ഇസ്ലാമിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്നത് 3 അർത്ഥമാണ്. അതിനിടയിലായ അർത്ഥം പറയണം, അനുസരണം എന്ന അർത്ഥം പറയണം, ആരാധന എന്ന അർത്ഥം പറയണം. അപ്പോൾ ഒപ്പനാളെല്ലാത്തായിരുന്നു ഇല്ലാത്തിന്റെ എന്ന അർത്ഥം പറയും. അപ്പൊ ജമാഅത്തുകാരൻ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു, അവനല്ലാതെ ഇബാദത്ത് ചെയ്യരുത് ഒരു അർത്ഥത്തോടെ പറയില്ല. എന്നതുപോലെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അവരെ ജിന്നുകളോട് ഇസ്തിഹാസ നടത്താൻ പാടില്ല, ജിന്നുകളോട് ദുആ ചെയ്യാൻ പാടില്ല, ജിന്നുകളോട് സഹായിക്കുന്നില്ല. നടത്തി പറയട്ടെ. ആദ്യം പറഞ്ഞ 2 അറബി വാക്കുകളല്ലോ, രണ്ടാമത് പറഞ്ഞത് 3ാമത് പറഞ്ഞതോ അത് മലയാള വാക്കാണ്. അതിനെന്താണ് അറബി പറയാ? അത് ചോദിക്കണം. ആ ചോദ്യത്തിന് എന്താണ് അതിന് അറബി പറയുക? എന്താണ് ഇസ്തിഹാസ, എന്താണ് ഇസ്തിഹാസത്ത്, എന്താണ് ദുആ, എന്താണ് ചോദിക്കുന്നത്? കൃത്യമായിട്ട് മനസ്സിലാക്കണം. ജിന്നുകളോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട്, അത് എവിടേക്കാണ് വെച്ച വിശുദ്ധ ഖുർആൻ കൃത്യമായി ചോദിക്കാൻ അനുമതിയുമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഖുർആനിന്റെ ആയത്തുകൾ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾക്കും ഒരു സംശയമില്ല. ഒരു വേള ഇസ്തിഹാസ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന് ഇസ്തിഹാസ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇസ്തിആനത്ത് എന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇസ്തിആനത്ത് എന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്ത് ഉപയോഗിക്കാം? സഹായം ചോദിക്കണം. എന്താണ് അതിന് സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. എന്താണ് വൈവിധ്യം? എന്താണ് വൈവിധ്യം? നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇവിടെ വളരെ വ്യക്തമാണ്. ഇസ്തിഹാസ എന്ന പദം വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനോട് മാത്രം സഹായം തേടുന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ബദർ യുദ്ധത്തിൽ സുജൂദിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗം പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അക്കാര്യമായി പഠിപ്പിച്ചു. എന്നാൽ ഇസ്തിഹാസ എന്ന വാക്ക് അനുവദനീയമായ ഇസ്തിഹാസക്കും വിശുദ്ധ ഖുർആൻ അപ്പുറം പ്രയോഗിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയിൽപ്പെട്ട ഒരാളെ ആ മൂസാ നബിയോട് സഹായം തേടി ഒരു തിരുത്തിക്കാരനായ ആൾക്കെതിരെ തന്നെ സഹായിക്കാൻ എന്നെ മൂസാ നബി സഹായിച്ചു. മൂസാ നബി സഹായിച്ചത് അടി കൊടുത്തിട്ട ആ അടിയോട് കൂടി അയാൾ മരിച്ചു. അവിടെയും ഖുർആൻ പറഞ്ഞത് ഇസ്തിഹാസ എന്ന വാക്കാണ്. അപ്പോൾ വാക്ക് എന്തും ഉദ്ദേശിക്കുന്നു എന്ന് ഉപയോഗിക്കുന്നു എന്നതല്ല, ആ വാക്കിന്റെ പിന്നിൽ പറഞ്ഞ ഉദ്ദേശമില്ല. മാനസികമായി എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, അതിനനുസരിച്ചാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധിയില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കുകയും ഒരു മനുഷ്യൻ ജിന്നിനോട് എങ്ങനെ ചോദിക്കും? ഈ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് എനിക്ക് ആരോട് ചോദിക്കാം? എന്റെ ബഹുമാനിയായ അരവിനോടി നിങ്ങൾ 500 രൂപത്തിൽ 500 റിയാലെന്ന് എന്നെ സഹായിക്കൂ, എനിക്ക് ചോദിക്കാം. അത് ചോദ്യമാണ്. അത് ഇസ്തിഹാസ കേട്ടം എന്ന അർത്ഥത്തിലുള്ള ഇസ്തിഹാസയല്ല, സഹായ കേട്ടം എന്ന രൂപത്തിലുള്ള ഇസ്തിഹാസല്ല, മറിച്ച് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദിക്കുന്ന എനിക്കറിയാം, അരവിമോനവിക്ക് എന്നെ കേൾക്കാം, അരവിമോനവിക്ക് എന്നെ കാണാം, അരവിമോനവിക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ഞാൻ ചോദിക്കുന്നത് കൃത്യമായ ഞാൻ കേൾക്കുന്നു, അദ്ദേഹം കേൾക്കുന്നു, കൃത്യമായ കേട്ട് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് കഴിയില്ലെങ്കിൽ അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയും, സഹായിക്കാൻ കഴിയില്ലെങ്കിൽ മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയും. ഇതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സഹായം ചോദിക്കൽ. എന്നാൽ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം, ഒരു മനുഷ്യൻ മരുഭൂമിയിൽ വെച്ചല്ല, 10 അങ്ങാടിയിൽ വെച്ചായാലും ശരി, കോഴിക്കോട് മുത്തറയിൽ വെച്ചായാലും ശരി, ബോംബെയുടെ തെരുവിൽ വെച്ചായാലും ശരി, മരുഭൂമിയിൽ വെച്ചായാലും ശരി, ഒരു മനുഷ്യൻ ഒരു ജിന്നിനോട് ഈ രൂപത്തിൽ എങ്ങനെ ചോദിക്കും? കാര്യകാരണ ബന്ധങ്ങൾക്ക് അനുസൃതമായി കേട്ടുകൊണ്ടോ കണ്ടുകൊണ്ടോ അറിഞ്ഞുകൊണ്ടോ ഏത് രൂപത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അനുസൃതമായിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജിന്നിനോട് ചോദിക്കാൻ കഴിയാത്ത? സാധ്യമല്ല. കാരണം ജിന്നുകളുടെ എന്നത് വൈദികമായ ലോകത്ത് ജീവിക്കുന്നവരാണ്. നമുക്ക് കാണാൻ കഴിയില്ല, അവർക്ക് നമ്മളെ കാണാം. നമുക്ക് കേൾക്കാൻ കഴിയില്ല, അവർക്ക് നമ്മളെ കേൾക്കാം. ഈ രൂപത്തിലെ ജീവികളാണ് അവർ. അതുകൊണ്ട് തന്നെ അവരോടുള്ള ചോദ്യം, ആ ചോദ്യം അത് പ്രാർത്ഥനയുടെ ഭാഗമായിട്ടേ വരികയുള്ളൂ, ഇസ്തിഹാസത്തിന്റെയും ഇസ്തിഹാസയുടെയും ഭാഗമായിട്ട് മാത്രമേ വരികയുള്ളൂ. എന്ന ഖുർആൻ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം സഹായിക്കണം, പരസ്പരം സഹകരിക്കണം. നന്മയുടെ വിഷയത്തിൽ, പുണ്യത്തിന്റെ വിഷയത്തിൽ ഈ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യന് തനിക്ക് കഴിയുന്ന സഹായങ്ങൾ മറ്റൊരു സ്ഥലത്തില്ല. ഒരു മനുഷ്യന് തന്നെ സഹായിക്കാൻ കഴിയുന്നവരോട് സഹായം ചോദിക്കാം. അത് പ്രാർത്ഥനായ സന്ദർഭത്തിലുള്ള സഹായിക്കേണ്ടതല്ല, അത് ഇസ്തിഹാസ എന്ന് സാങ്കേതികമായി ഉപയോഗിക്കുന്ന അല്ലാഹുവിനോട് മാത്രം ചെയ്യേണ്ടുന്ന പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള ഇസ്തിഹാസയല്ല, മറിച്ച് ഭാഷാപരമായി അത് ഇസ്തിഹാസ എന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അങ്ങനെ ഈ രൂപത്തിൽ മനുഷ്യൻ മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ ആരെങ്കിലും ഒരാൾ മരുഭൂമിയിൽ വെച്ച് ഇതിനോട് ചോദിച്ചാൽ ഈ പറഞ്ഞ രൂപത്തിൽ ഇസ്തിഹാസ എന്ന പദം ഉപയോഗിക്കാൻ പറ്റുമോ? ഈ ആളുകൾ പറയുന്നു ഇസ്തിഹാസ എന്ന് പറയാൻ പാടില്ല, ദ്വാര എന്ന് പറയാൻ പാടില്ല, ഇസ്തിഹാസത്ത് എന്ന് പറയാൻ പാടില്ല, ഇസ്തിഹാസത്ത് എന്ന് പറയാൻ പാടില്ല എന്ന സഹായം ചോദിക്കാം. എത്ര വൈരുദ്ധ്യമാണ്! ഇതാണ് ഈ വിഷയത്തിന്റെ സമയത്തെപ്പറ്റി ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്.
യഥാർത്ഥത്തിൽ മനുഷ്യന് ജിന്നുകളോട് മനുഷ്യന്മാർ പരസ്പരം ചോദിക്കുന്നത് പോലെ കഴിയില്ല. പിന്നെ ചില ആളുകളൊക്കെ അഭിപ്രായപ്പെടാറുണ്ട്, ജിന്നുകൾക്ക് മനുഷ്യരൂപം പ്രാപിച്ചു വരാൻ കഴിയുമല്ലോ. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഹാജരായാൽ ആ ജിന്നിനോട് ചോദിക്കൂടെ? ഒരു ജിന്ന് മനുഷ്യരൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഹാജരായി ഒരു മനുഷ്യനായി നമ്മുടെ മുമ്പിൽ വന്നാൽ ആ മനുഷ്യരൂപത്തോട് നമുക്ക് ചോദിക്കാം, വ്യത്യാസമില്ല. പക്ഷേ ആ മനുഷ്യരൂപം ജിന്നാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അത് എന്തിന്റെ സാന്നിധ്യം വേണം? അതിന് വഹീന്റെ സാന്നിധ്യം വേണം, ഒരു പ്രവാചകന്റെ സാന്നിധ്യം വേണം. അച്ഛനെ മുഹമ്മദ് വിശ്വസിക്കുന്നുവെങ്കിൽ ആ വഹീന്റെ സാന്നിധ്യത്തോടു കൂടി മാത്രമേ എന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ മനുഷ്യൻ, എന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ നായ, എന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ പൂച്ച, എന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ പാമ്പ് ഇതൊരു ജിന്നാണ് എനിക്ക് ബോധ്യമാവണമെങ്കിൽ, എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഞാൻ അങ്ങനെ ഉൾക്കൊള്ളണമെങ്കിൽ അത് വഹീന്റെ സാന്നിധ്യം വേണം. എത്ര ഉദാഹരണങ്ങളാണ് പ്രവാചകൻ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അബൂഹുറൈറ വൈദ്യന്മാരിലെ സമ്പത്തി വാങ്ങാൻ വേണ്ടി യാത്രയായി വന്ന ഒരു മനുഷ്യന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും കേട്ടതാണ്. 3 ദിവസം വന്നിട്ടും അബൂഹുറൈറ മനസ്സിലായില്ല അത് ശൈത്താനാണ് വന്നത്, മനുഷ്യരൂപത്തിലാണ് വന്നത്, ആവലാദികളാണ് ബോധിപ്പിച്ചത്, എന്റെ അടുക്കൽ ഇത് വൈദ്യന്മാരുടെ സമ്പത്താണ് കൊണ്ടുപോയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അല്ലാഹുവിന്റെ റസൂൽ 3 ദിവസവും കഴിഞ്ഞ് ശൈത്താൻ അത് പിശാചാണ് എന്ന് പറഞ്ഞപ്പോ മാത്രമാണ് അബൂഹുറൈറ റളിയല്ലാഹുവിന് ആ വിഷയത്തെ കുറിച്ച് മനസ്സിലായത്. അപ്പോ സഹായം തേടാൻ പാടില്ല, സഹായം ചോദ്യം പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം ചോദിക്കാം. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെല്ലുവിളി നടത്തുമ്പോഴൊക്കെ ചോദിക്കാവുന്നതാണ്, എവിടെയാണ് ജിന്നിനോട് സഹായം തേടാൻ ഞാൻ പറഞ്ഞത്, എവിടെയാണ് ജിന്നിനോട് സഹായം തേടാമെന്ന് ഞങ്ങൾ പറഞ്ഞത്? തെളിവുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരും. ഒരാളോ അങ്ങനെ പറഞ്ഞില്ല, പറയാത്തവർക്ക് എനിക്ക് എങ്ങനെ തെളിവ് കൊണ്ടുവരാം? പറയാത്തവർക്ക് എനിക്ക് തെളിവ് കൊണ്ടുവരാൻ കഴിയൂല. പിന്നെ എന്താ പറഞ്ഞത് ഇതാണ്, ജിന്നുകളോട് ഇസ്തിഹാസ നടത്താൻ പാടില്ല, ഇസ്തിഹാസ നടത്താൻ പാടില്ല, ഇസ്തിഹാസ നടത്താൻ പാടില്ല. എന്നാൽ അള്ളാഹു അവർക്ക് നൽകിയ സഹായത്തിൽ നിന്നും അവർ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് സഹായം ചോദിച്ചാൽ ആ ചോദ്യം ശരിക്കല്ല. പിന്നെന്താ ഖുർആനിലൂടെ നമ്മൾ വ്യത്യാസം? മനസ്സിലായിപ്പോയി. എന്താ ഖുർആനിലും നമ്മളുടെ വ്യത്യാസം? ഒരു ടീച്ചർക്ക് സ്വന്തമായ കഴിവുണ്ടെന്നോ? അത് പറയുമ്പോൾ പറയും ഒരു ടീച്ചർക്ക് മരിച്ചുപോയതാണ്, ജിന്ന് മരിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല. അത് മാത്രമല്ല വാദം. സുലൈമാൻ മാളിയേക്കലിന്റെ അതോ സുലൈമാൻ പിന്നെ ആ വിവാദപ്പെട്ടൊരു പണ്ഡിതന്റെ അത് എനിക്ക് ഓർമ്മയില്ല. അതെന്താ പറഞ്ഞത്? ഈ മൈക്കക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മൈക്കിനോട് ചോദിച്ചെങ്കിലേ ഉണ്ടാവുള്ളൂ, ശിർക്കാവുള്ളൂ. എന്നാൽ ഈ മൈക്കിന് അള്ളാഹ് കൊടുത്ത സഹായമുണ്ട്. ആ സഹായത്തിൽ നിന്ന് ഈ മൈക്കിനോട് ഞാൻ സഹായം ചോദിച്ചാൽ അത് എന്ത് പറയാൻ പറ്റില്ല? ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. അത് തൗഹീദാണ് എന്നാണ്. ഇതും അതും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കി നിങ്ങൾ. എന്താ വ്യത്യാസം? ഇത് ജീവനില്ലാത്തതാണ്, അത് ജീവനുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് നമ്മൾ വിളിക്കുന്ന ആ വിളിച്ചിട്ട് കേട്ടോ നമുക്ക് അത് കൊടുക്കൂല. ആളുകൾ അറിയുന്നത് ആണെന്ന് നമുക്കറിയാം. നാം വിളിക്കുന്ന സമയത്ത് നമ്മളുണ്ട് എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു പടക്കത്തെ മുസ്ലിമാണ്, ഒരു പടക്കത്തെ. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന വിശ്വാസം എന്താണ്? അഭൗതികമായ മാർഗത്തിലൂടെ. അപ്പൊ അഭൗതികം എന്ന വാക്കാണ് രണ്ടാമത്തെ പദം. അത് ഒന്നാമത്തെ പദത്തെ ത്യാഗം ചെയ്യാൻ പാടില്ല, ഇത്യാഗം പാടില്ല, എന്നാൽ സഹായം ലഭിക്കാം. രണ്ടാമത്തെ പദത്തെ എന്താ? ഭൗതികമെന്നും അഭൗതികമെന്നുമുള്ള പദങ്ങൾ. എന്നിട്ട് പറയാണ് നമുക്കില്ലാത്ത പല കഴിവും അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കില്ലേ. നായക്ക് പലതും കേൾക്കാൻ കഴിയില്ലേ, പൂച്ചക്ക് പലതും കാണാൻ കഴിയില്ലേ. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്നെ കണ്ട പൂച്ചയില്ല ഇറങ്ങി ഓടുന്നു, കണ്ടോ? കൂലിയിരിക്കുന്ന സമയത്തില്ല എന്റെ പൂച്ച എന്നെ കണ്ടിരിക്കുന്നു, എന്റെ പൂച്ചയ്ക്ക് വൈപറിയും എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. എന്റെ വീട്ടിലുള്ള നായ, ആ നായ പൂച്ചയുടെ വാലിൽ നിന്നും ഒരു രോമം ഇങ്ങോട്ട് വീണാൽ കഥേ ആ പൂച്ച ആ നായ കഷ്ടം കണ്ടോ എന്റെ നായക്ക് വൈപറിയും എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് വാദം. ഈ ഒരു വാദമാണ് വരുന്നത്. എവിടെ ഈ വാദം? അപ്പൊ അഭൗതികമായ കഴിവ് നായക്കുണ്ട്, അഭൗതികമായ കഴിവ് പൂച്ചക്കുണ്ട്. എന്നതുപോലെ ഹിന്ദുക്കൾക്ക് പല കഴിവും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അഭൗതികമായ കഴിവല്ല, അതൊക്കെ ഭൗതികമായ കഴിവാണ്. നായക്ക് പലതും കേൾക്കാൻ കഴിയും, നമുക്ക് കേൾക്കാൻ കഴിയാത്ത നായക്ക് കേൾക്കാം. അതുകൊണ്ട് നായന്റെ കഴിവ് ഭൗതികമാണ്, അഭൗതികമല്ല. പൂച്ചക്ക് പലതും കാണാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയാത്തത്. അതുകൊണ്ട് പൂച്ചന്റെ കഴിവ് അഭൗതികമല്ല, ഭൗതികമാണ്. എന്നിങ്ങനെയുള്ള പദക്കഥകൾ നടത്തിയിട്ടാണ് മരുഭൂമിയിൽ ചോദിച്ചാൽ അത് കുറ്റാവില്ല എന്ന് പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ എന്താണ്? ജിന്നുകളെ
സംബന്ധിച്ചിടത്തോളം ജിന്നുകൾ അഭൗതികമാണ്. ഒരു സംശയമല്ല. നമുക്കിടയിലൂടെ ജീവിക്കുന്നവരാണവർ, നമ്മൾ ചിന്തയിലേക്ക് നയിക്കുന്നവരാണവർ. പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ജിന്നുകൾ എന്ന് പറയുന്നത് അവൈദ്യമായ ലോകത്ത് ജീവിക്കുന്നവരാണ് എന്ന് ആദ്യം പറയാം. കേട്ടോ, രണ്ടാമത് പറയാം, ജിന്നുകൾക്ക് കൊടുത്ത കഴിവിനെ കുറിച്ച് അഭൗതികം എന്ന് പറയാൻ പാടില്ല, അത് ഭൗതികമായി പറയാം. ഇതാണ് സഹായം ചോദിക്കുന്നതില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ പദത്തിൽ. മൂന്നാമത്തെ പദത്തിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. സൃഷ്ടികളുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുമ്പോഴാണ് തിരിച്ചു വരുന്നത്. എന്നാൽ സൃഷ്ടികൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള കഴിവിൽ നിന്ന് ചോദിക്കുന്നതിന് വിരോധമില്ല. ശരി, അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും, ജിന്നുകൾക്ക് ഇങ്ങനെ കഴിവ് നൽകിയിട്ടുണ്ട് എന്നതിന് എന്താ കഴിവ്? ഉടൻ തന്നെ മറുപടി സുലൈമാനിയുടെ കാലത്ത് ഇഫ്രീത്തി എന്ന ജിന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ദൂരെയുള്ള വ്യക്തിക്ക് മാത്രം കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ജിന്നുകൾക്ക് കഴിവുണ്ടല്ലോ. ശരി, ആ ഇഫ്രീത്തിന്റെ ജീവിതത്തിൽ എന്താ ഉറപ്പ്? ആ ഇഫ്രീത്തിന് ഇന്നാ കഴിവുണ്ടെങ്കിൽ എന്താ ഉറപ്പ്? ആരാണെന്നോ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നോട്ട് ഇഫ്രീത്ത് എന്താ ഉറപ്പ്? ഇഫ്രീത്തല്ലാത്ത മറ്റ് ജിന്നുകൾക്കൊക്കെ ആ കഴിവുണ്ട് എന്ന് എന്താ ഉറപ്പ്? ഇത് രേഖയാണ് സഹോദരന്മാരെ. ഒരു മനുഷ്യന് പണ്ഡിതന്മാർക്ക് കൂടിയിരുന്ന് ചിട്ടയിലെ മക്കളെ പോലെ നമസ്കാരത്തിൽ കയ്യവരെ കെട്ടണം, എത്ര പിന്നെ ഒടുവിന്റെ ഓരോ അവയങ്ങളും എത്ര പ്രാവശ്യം കേൾക്കാം എന്നിങ്ങനെയുള്ള വിഷയത്തിൽ ഇത്തിഹാസ് നടത്തുന്നത് പോലെയുള്ള ഒരു ഇത്തിഹാസിയായ വിഷയമല്ല ഇത്. ഇത് വൈദ്യാണ്. ഈ വൈദ്യായ കാര്യങ്ങൾ പ്രമാണത്തിന് അടിസ്ഥാനമായി അള്ളയും റസൂലുള്ളയും നമുക്ക് എന്ത് പറഞ്ഞു തന്നോ അത് വിശ്വസിക്കുക. അതിനപ്പുറം നമ്മൾ പോകുവാൻ പാടില്ല. അപ്പോ ഇതാണ് പറയുന്ന മറ്റൊരു ന്യായം. ജിന്നുകൾക്ക് അള്ള സഹായിക്കാൻ ഒരുപാട് വലിയ കഴിവൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അങ്ങനെയുള്ള ജിന്നുകളോട് നമുക്ക് സഹായിച്ചു കൊടുക്കാം. അത് യാതൊരു കുഴപ്പമില്ല. പക്ഷേ മൂന്നാമത്തെ പദത്തെടുത്ത് ശരിയോ, നാലാമത്തെ പദത്തെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് കൊടുത്ത കഴിവിൽ ചോദിക്കാം. ആരെ പറഞ്ഞു കൊടുത്ത കഴിവുണ്ട്? ഏത് ജില്ലയിൽ ഏത് കഴിവാണ് കൊടുത്തത്? അത് എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ കഴിയാം? പല കഴിവും നമുക്ക് അപ്പോഴും പറയും. സുലൈമാൻ നബി ഒരുപാട് ജിന്നുകളെ കൊണ്ട് സമുദ്രത്തിൽ നിന്നും മുത്തുകൾ വാരിയെടുത്തില്ലേ, വലിയ ബിൽഡിങ്ങുകൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചില്ലേ, വലിയ ചെമ്പ് പാത്രങ്ങൾ ഉണ്ടാക്കിയില്ലേ. അപ്പോ സുലൈമാൻ നബി ജിന്നുകളുടെ കഴിവുകളെ കൊണ്ട് ഉപയോഗപ്പെടുത്തിയില്ലേ എന്ന് നമ്മൾ ചോദിക്കാം. എന്താ വസ്തുത? നമ്മൾ പരിപൂർത്തിയിൽപ്പെട്ട ജിന്നെ എനിക്കൊരു വെളിച്ചം തരണേ, ജിന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന് പറയുന്നത് പോലെ സുലൈമാൻ നബി ജിന്നുകളിൽ പോയിട്ട് ജിന്നെ എനിക്കൊരു പൗരം മുങ്ങിയിട്ട് തരണേ, ജിന്നെ എനിക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കി തരണേ, ജിന്നെ എനിക്കൊരു ചെമ്പ് പാത്രം ഉണ്ടാക്കി തരണേ എന്ന് പറയാൻ ചെയ്യുന്നത് എന്തൊരു ബുദ്ധിമുട്ടായി പറയുന്നത്? ആളുകൾ മനസ്സിലാക്കേണ്ട സംഗതികൾ അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകിയ മോചിതത്താണത്. ആ മോചിതത്തെ അനുസരിച്ച് ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിക്കാൻ ചെയ്തത് അത് വ്യക്തമാവാൻ നമ്മളൊക്കെ കേൾക്കാറില്ലേ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുമ്പോൾ ഒരു വഴിയിൽ ഇങ്ങനെ ഊന്നി നിന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം മരിക്കുകയാണ് പറയുന്നത്. മരിച്ചിട്ട് പിന്നീട് അദ്ദേഹം ഊന്നി നിന്ന ആ വഴി ചെതറിൽ നിന്ന് അത് മുരുമ്പിയപ്പോൾ സുലൈമാൻ നബി മരിച്ചു. അപ്പോഴാണ് ജിന്നുകൾ മനസ്സിലാക്കുന്നത് സുലൈമാൻ നബി മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ എത്രമാത്രം കൃത്യമാണ് സുലൈമാൻ നബി അല്ലാഹു അദ്ദേഹത്തിന് ഉടമപ്പെടുത്തി കൊടുത്ത അധീനമാക്കി കൊടുത്ത സംഗതിയാണ്. അതാണോ നമുക്ക് ഇങ്ങനെ ചോദിക്കാനുള്ളത്? ഇത് കഴിഞ്ഞ കഴിവന്താരികൾ ആനയെ കൊണ്ട് നമ്മൾ മരം വലിപ്പിക്കാറില്ലേ? ആനയെ നമ്മളെക്കാളും കഴിവുള്ള ശക്തിയല്ലേ? ആ ആനയെ കൊണ്ട് നമ്മൾ മരം വലിപ്പിക്കാറില്ലേ? എന്തൊരു ബുദ്ധിത്തരാണ് സുഹൃത്തുക്കളെ പറയുന്നത്. നമ്മൾ ഈ ആനയുടെ അടുത്തേക്ക് പോയിട്ട് ആനയെ മരം ഒന്ന് വലിച്ചു തരുന്നുണ്ടോ എന്ന് പറയാം. അല്ല, പാമ്പാന്റെ കയ്യിലുള്ള വടിയുടെ ചൂട് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ സാധു മൃഗം വെയ്യാനിട്ടും ആ മരമെടുത്തുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. അതിന്റെ സഹായം ചോദിക്കലല്ല, മറിച്ച് അതിനുപയോഗിക്കണം. അള്ള നമുക്ക് നൽകിയ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം അനുഭവിച്ച മാർഗത്തിലൂടെ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നാം അത് ചെയ്യുക. ശരിയോ? മൂന്നാമത് പറയുന്ന കാര്യങ്ങൾ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ളത് അള്ളയല്ലാത്തവരോട് ചോദിക്കുന്നത് മാത്രമേ ശുക്കാവുന്നത്. അതാണ് പ്രാർത്ഥന. അതല്ലാത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആരത് ഉദ്ദേശിച്ചത്? അതിനെന്താ തെളിവ്? അതിന് തെളിവ് കണ്ണൂർ അബ്ദുൽ ഖാദർ മൊഴി ഇറക്കിയ തൗഹീദിന്റെ ഇന്ന ഭാഗത്തിൽ സൃഷ്ടികളുടെ കഴിവിനപ്പുറം എന്ന് പറഞ്ഞിട്ടില്ലേ? കുഞ്ഞീത് മദീനയിലൊക്കെ തൗഹീദിന്റെ പുസ്തകത്തിൽ സൃഷ്ടികളുടെ കഴിവിനപ്പുറം എന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നാണ് എഴുതിയ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? എന്നാൽ ആ പറഞ്ഞതിലൂടെ നിങ്ങൾ സൃഷ്ടികളായ ജിന്നുകളോട് സഹായം ചോദിച്ചോളി, സൃഷ്ടികളായ മലക്കോട് സഹായം ചോദിച്ചോളി എന്ന ഒരു സന്ദേശം മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഇന്നേ വരെ നൽകുകയോ അത് വായിച്ച ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന് ആ രൂപത്തിലുള്ള വിശ്വാസം ഉണ്ടാവും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ.
പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ മദ്രസയിലെ 4ാം ക്ലാസ്സിലെ പഠിപ്പിക്കുന്ന പിന്നെ ഇസ്ലാമിക പിന്നെ വിശ്വാസ പുസ്തകമാണ്. ഈ പുസ്തകത്തിലെ 12ാമത്തെ പാഠം അദ്വാരി എന്നാണ് ഇതിന്റെ പേര്. ഈ അധ്യായത്തിൽ പറയുമ്പോൾ നിങ്ങൾ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോട് കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കണം. മനുഷ്യരോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നത് വിരോധമില്ല. എന്നാൽ ഇത് നിങ്ങൾ അടിയാറായിട്ട് മനസ്സിലാക്കണം. ഒരു വ്യക്തി ജിന്നുകളോട് എങ്ങനെ ചോദിക്കും? ഇത് ഉത്തരം കിട്ടാമല്ലോ. വൈദ്യുതിയായ ജീവിയാണത്, വൈദ്യുതിയായ ശക്തിയാണത്. അത് രൂപഭാവമായി വന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ജിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിനെ വഴിയിന്റെ സാന്നിധ്യമാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ വാദങ്ങളൊക്കെ നിരത്തിയിട്ട് ഈ വൈകിപ്പായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ അതിന് ശിർക്ക് എന്ന് പറയാൻ പാടില്ല എന്ന ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. എന്നാലോ ഈ പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ 10 പണ്ഡിതന്മാർ കൂടിയിരുന്ന ചർച്ചയിലെ 11ാമത്തെ തീരുമാനം, ആ തീരുമാനം എന്താ? ആ തീരുമാനം നിങ്ങൾ ശ്രദ്ധയോട് നിൽക്കത്തോടെ. ആ 11ാമത്തെ തീരുമാനം ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. വളരെ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് സഹായം തേടുന്നതല്ല. അങ്ങനെ ഒരു വാദം സഹായം തേടാൻ പാടില്ല എന്ന അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ എത്തിയിട്ടുണ്ടല്ലോ, ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ, മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഞാൻ ഇല്ലാത്ത വാദം അവരുടെ വെച്ച് വരുന്നത്. അങ്ങനത്തെ ഒരു വാദം ഒരൊറ്റ ബുദ്ധി പറഞ്ഞിട്ടില്ല. ഇതിനോട് സഹായം തേടാം എന്ന ഇന്ത്യൻ ആളുകൾക്ക് വാദമുണ്ട് എന്ന് ഒരാൾ പറഞ്ഞിട്ടില്ല. ഉള്ള വാദം എന്താ? ഉള്ള വാദം ജിന്നുകളോട് അള്ള കൊടുത്ത കഴിവിൽ അവരോട് ചോദിക്കാം. നമ്മുടെ ചോദ്യം ജിന്നുകളോട് അവർക്ക് കൊടുത്ത കഴിവിൽ എങ്ങനെ ചോദിക്കുക? ഇത് പ്രാക്ടിക്കലാക്കില്ല. അനുവദനീയമായ ഇസ്തിഹാസയാണെങ്കിൽ, അനുവദനീയമായ ഇസ്തിഹാസയാണെങ്കിൽ അത് പ്രയോഗവൽക്കരിക്കാൻ കഴിയണം. ഏത് ഉദാഹരണങ്ങൾ വേണമെങ്കിലും അറിയാൻ നമുക്ക്. അതുപോലെ പ്രയോഗവൽക്കരിക്കാൻ കഴിയുകയാണെങ്കിൽ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ മനസ്സിന്റെ ഉള്ളിലേക്ക് എന്തുവരും? പണ്ഡിതന്മാർ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സംഗതി എന്താ? ശിർക്ക് പറയാൻ പറ്റില്ല. പിന്നെന്താ പറയാ? ഹറാമ് എന്ന് പറയാം. ഇത് പുതിയ മറ്റൊരു വാദമാണ്. ശിർക്ക് പറയാൻ പറ്റില്ല. പിന്നെന്താ പറയാം? ഹറാമ് എന്ന് പറയാം. ശിർക്ക് പറയാൻ പറ്റുന്നത് ഹറാമെന്ന് പറയുന്നത് എന്താ സംഗതി? ഹറാം എന്ന് പറഞ്ഞാൽ ഏത് തരം ഹറാം? ഹറാം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹറാമാണ് ഏത്? ശിർക്ക്. ഏറ്റവും വലിയ ഹറാമാണ് ശിർക്ക്. ഇവിടെ സംശയമല്ല. എന്നിട്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാണ്. ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഹറാമാന്ന് പറയാൻ പറ്റില്ലേ? ശരി, അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നേരത്തെ അഹമ്മദ് നമ്പർ ചെയ്ത സംഭവങ്ങൾ ഓർക്കുണ്ടാവുമല്ലോ. അഹമ്മദ് നമ്പർ വഴിയാളിയാണ് വെല്ലുവിളി തൊഴിൽ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ അമൽ ചെയ്ത സംഗതിയാണ്. അതുകൊണ്ട് അവരൊക്കെ ശിർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? ശരി, അവരൊക്കെ ഹറാമ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? ചോദിക്കണല്ലോ. സ്വൽപ്പത്തിൽ മനസ്സ് കൊടുക്കണ്ടേ? ഒരു ബുദ്ധി കൊടുക്കണ്ടേ? ആണുങ്ങളോടാണ് ബുദ്ധി. മതപരമായ വിഷയത്തിൽ നമ്മുടെ ബുദ്ധി കിട്ടാനില്ല. പക്ഷെ ഇത്തരം കാര്യത്തിൽ ബുദ്ധി ഉപയോഗിക്കണമല്ലോ. അഹമ്മദ് നമ്പർ ചെയ്തതിന് ശിർക്ക് ചെയ്തുകൊണ്ട് ശിർക്ക് എന്ന് പറയാൻ പാടില്ല. അഹമ്മദ് നമ്പർ ഹറാം ചെയ്തു പറയാൻ പറ്റും. ശരി, ചില പണ്ഡിതന്മാർ ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ സംഗതി എന്താ? ഇവിടെ സമയം അനുവദിക്കുന്നില്ല. ഇത് അറിയിപ്പാണ് എന്ന് ആ ആളുകൾ തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പ്രമാണം ഉദ്ധരിക്കാത്തത്. എന്താണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 3 കാരണങ്ങൾ കൊണ്ട് ആ ഹദീസ് 3 നിരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ആ ഹദീസിൽ അറിയിപ്പാണ്. ഒന്നാമത്തെ കാരണം അവർ റിപ്പോർട്ട് ചെയ്ത റാവി അയാൾ സത്യം പറയുന്ന ആളല്ല, കളർ പറയുന്ന ആളാണ്, ശക്തികൾ സംഭവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അത് അഴിവ് സംഭവിക്കുന്ന ആളാണ്. ഇതയോ സഹാബിയിൽ നിന്ന് ഉദ്ധരിച്ചു എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയും ഈ സഹാബിയും തമ്മിൽ 50 കൊല്ലത്തെ വ്യത്യാസം. 50 കൊല്ലത്തെ വ്യത്യാസം. എങ്ങനെ വ്യത്യാസം? ആ സഹാബി മരണപ്പെടുന്നത് ഹിജറ 19-ലാണ്. ആ സഹാബിയിൽ നിന്ന് ഉദ്ധരിച്ചു എന്ന് പറയുന്ന വ്യക്തി ജനിക്കുന്നതോ ഹിജറ 69. എന്നിട്ട് ഈ സഹാബി
എടുത്ത് മറ്റേ ആൾ ജനിക്കുന്നത് 69 50% വ്യത്യാസമുണ്ട്. 50 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ മുൻകറ്റായ മുഴുകിപ്പോയ സ്ഥലത്ത് മുഴുകിപ്പോയ ഒരു റിപ്പോർട്ടിലൂടെയാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ വഴിപാടി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതോടുകൂടി തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി പറയേ ചെയ്യേണ്ട ആവശ്യമില്ല. ആളുകളൊക്കെ പറയുന്നത് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് പറയാൻ പറ്റില്ല. ആ ഹദീസിനെ നമുക്ക് വേണ്ടത് അതിനെ കൂടുതൽ വിധി പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യൻ അള്ളാഹുവല്ലാത്തവരോട് ചോദിക്കാൻ പാടുണ്ടോ? ഇതാണ് വിഷയം. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള വിഷയത്തിന് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി അള്ളയല്ലാത്തവരോട് രക്ഷക്കോ ശിക്ഷക്കോ സഹായത്തിനോ ചോദിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാവുന്നു. അപ്പോൾ മരുഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യൻ ജിന്നുകളോട് ചോദിച്ചാൽ അത് കാര്യകാരണ ബന്ധത്തിനപ്പുറത്താണ്. ചിന്നെ കാണുന്നോ കാണാനില്ല, ചിന്നെന്തെങ്കിലും അറിയാൻ കഴിയോ അറിയാൻ കഴിയില്ല, ചിന്നെന്തെങ്കിലും കയ്യിൽ ഉറപ്പ് ഒരറപ്പില്ല, ഉണ്ടെങ്കിൽ തന്നെ ചിന്നവരെ സഹായിക്കുന്നിരിക്കുന്ന ഉറപ്പ് അതൊരറപ്പില്ല, ഇവൻ പറഞ്ഞിട്ട് കേൾക്കുന്നിരിക്കുന്ന ഉറപ്പ് ഒരറപ്പില്ല. ഇങ്ങനെയൊക്കെ ഉറപ്പില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ പിന്നെ ഇത് ചോദിച്ചായിരിക്കും കാര്യകാല ബന്ധങ്ങൾ അപ്പുറമാണ്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ രൂപത്തിൽ ഒരാൾ ചോദിച്ചാൽ അതിന് ഇസ്ലാമികമായി ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയേണ്ട മുജാഹിദിനെ സംബന്ധിച്ചോളം ഒരു ലൈഫായ ഹദീസിനെ സംബന്ധിച്ച് അതെടുത്ത് പറഞ്ഞിട്ട് അതിനനുസൃതമായിട്ട് വിധി പറയേണ്ടത് മുജാഹിദ് പ്രസ്ഥാനത്തില്ല. മറിച്ച് ലൈഫാണോ ചവച്ചു കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് സമാനബന്ധിതമായി ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ്. അപ്പൊ ചോദിക്കൽ ഹറാമിൽ എന്നാണ് പറയുന്നത്. പിന്നെയോ പല ആളുകളോട് ഈടെയായിട്ട് ഇവിടെ വന്നപ്പോൾ സംസാരിച്ചു. ആ സംസാരിച്ച പാടുകൾ എന്താ പറഞ്ഞല്ലോ? ചിന്തകൾക്ക് അള്ളാഹു നൽകിയ കഴിവിൽ നിന്നും അവർ സഹായിക്കും എന്ന് ചോദിച്ചാൽ അതിന് ശുദ്ധി എന്ന് പറയാൻ പാടില്ല. ചോദിക്കൽ വിളിച്ചില്ല. അയാൾ ചോദിക്കൽ വിളിച്ചതാണ്. അയാൾ ചോദിച്ചാലോ ചോദിച്ചാൽ ശുദ്ധി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്താ പറയാ? അയാൾ ചോദിക്കൽ വിളിച്ചതാണ്. അവർ ചോദിച്ചു അല്ലെങ്കിൽ ചോദിച്ചാൽ അത് കേൾക്കുന്നില്ല എന്ന് ഉറപ്പ് അവർ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവരുടെ മറുപടിയാണ് ഇതാരിൽ നിന്നാണ് വരുന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വക്താക്കളുടെ അതിർത്തി. അപ്പോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ ജനങ്ങളിലേക്ക് അർത്ഥക്കൊണ്ടിരുന്നത് ഇതാണ്. ഇപ്പൊ പരസ്പരം അവിടെ ഓരോ നാട്ടിലെ ഇവിടെ ഓരോ നാട്ടിലെ ഇല്ലാത്ത ഓരോ നാട്ടിൽ കഴിഞ്ഞ സംഗതിയാണ്. വീണ്ടും നമ്മുടെ നാട്ടിൽ വന്നിരുന്ന ജനങ്ങൾക്കിടയിലേക്ക് മുഖ്യ വിഷയമാക്കി മാറ്റണ്ട എന്ന് കൃത്യമായി നേരത്തെ സവിശേഷത്തോടുകൂടി ചെറിയവയും ഉപദേശിച്ചു. അന്ന് പറഞ്ഞു ഖുർആൻ അങ്ങനെ പറയണ്ടേ, റസൂൽ പറഞ്ഞ പറയണ്ടേ, അത് കൂടി എത്താൻ പറ്റുമോ, അതങ്ങനെ പറയണ്ടേ, ഇതിങ്ങനെ പറയണ്ടേ, ഞങ്ങൾ പഠിപ്പിക്കട്ടെ, ചെറിയ പിള്ളേർക്ക് വിവരമുണ്ടോ, ചെറിയ പിള്ളേർ അതിനുള്ള പണ്ഡിതന്മാരുണ്ടോ, ചെറിയ പിള്ളേർ മാത്രമായി സുലഭോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നേതൃത്വത്തെ സമുദായ മധ്യേ ഇഴുത്തി കാണിച്ചു. ആ ഒരു മനസ്സ് ഈ ഇരിക്കുന്ന പല ആളുകളുടെയും മനസ്സുകളിൽ പോലും നെഞ്ചത്ത് കൈവച്ച് സ്വന്തത്തോട് ചോദിക്കും നമ്മുടെ പണ്ട് നേതൃത്വത്തെ കുറിച്ചുള്ള നമ്മുടെ നിലപാടുകൾ കാണുന്നത്. ഇവരെ ഈ അടിയൊക്കെ ഇനി നിങ്ങളെന്താണ് കുട്ടികളൊക്കെ ആളുകൾ മാത്രം കണ്ടിട്ടുള്ളൂ. നമ്മുടെ പണ്ഡിതന്മാരാണ് കാണാത്തതാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് വെച്ചിട്ടാണ്. അപകടമാണത്, അപകടമാണ്. അതിൽ നിന്ന് ചിന്തിക്കണം. എന്തെങ്കിലും പ്രമാണത്തിന്റെ ചിന്തകൾ മാത്രം കൃത്യമായി പണ്ഡിതന്മാർക്ക് വിശദീകരിച്ച ഒട്ടേറെ ഉത്തരവികൾ ഇവിടെ ഉണ്ട്. ആ ഉത്തരവികളിലേക്ക് ഒന്നും പോകുന്നില്ല. കാരണം ഈ സദസ്സിൽ ഒരുപാട് വിവാദത്തിലാണ് വായിക്കണമെന്നില്ല. ഒരുപാട് വിവാദത്തുകൾ പൂർവികരായി പൗരാണികരുമായിട്ടുള്ള ആധുനികരുമായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഉത്തരവികൾ ഒട്ടേറെ ഇവിടെ ഉദ്ധരിക്കുവാൻ കഴിയും. മനുഷ്യരോട് ചോദിക്കാൻ അനുവദനീയമായിട്ടുള്ള ഇസ്തിഹാസ ഏതൊക്കെ വിഷയത്തിലാണ്, മനുഷ്യരല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ലാത്ത ഇസ്തിഹാസ ഏതെല്ലാമാണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഉത്തരവികളൊന്നും തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഒരു ചെറിയ പുസ്തകത്തിൽ വന്ന ഈ പുസ്തകം ഒരു വലിയ തത്വയുടെ ഇതും പ്രധാനപ്പെട്ട ഒരു ഭാഗം പുസ്തകമാക്കിയതാണ്. ഇത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നത്.
വിധിയുമായ റിപ്പോർട്ടുകളിലൂടെ വന്ന വിവാദത്തുകളിൽ ആരാധന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി എന്ന അധ്യായത്തിൽ പറയുന്ന കാര്യം അറിയപ്പെടുന്ന സംഗതിയാണ് പ്രാർത്ഥന. അതിന്റെ എല്ലാ ഇനങ്ങളും ആരാധനയാണ്. ഒരു മനുഷ്യനും തന്നെ അനുവദനീയമല്ല അയ്യൂല്ലാറപ്പഹു തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ലാതെ അനുവാദമില്ല. സഹായം ചോദിക്കുവാനും പാടില്ല. സഹായം തേടാനും പാടില്ല. അള്ളാഹുവോടല്ലാതെ രണ്ടും പറഞ്ഞു. സഹായം തേടാനും പാടില്ല, സഹായം ചോദിക്കാനും പാടില്ല അള്ളാഹുവിനോടല്ലാതെ. അമലം മുകളിൽ സൂചിപ്പിച്ച ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സഹായം ചോദിക്കാൻ പാടില്ല, വിദ്യാഭ്യാസം നടത്താൻ പാടില്ല എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആളുകൾക്കിടയിൽ നടന്നു പോകുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുസൃതമായി കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യങ്ങൾക്കൊഴികെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമാണെങ്കിൽ പരസ്പരം ചോദിക്കാം, ഒരു സംശയമില്ല. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമാണെങ്കിൽ ചോദിക്കാൻ പാടില്ല. ജീവനുള്ള മുമ്പിൽ ഹാജരായിരിക്കുന്ന ഒരു സൃഷ്ടിയോട് ആ സൃഷ്ടിക്ക് കഴിയുന്ന കാര്യത്തോട് ചോദിക്കാം. അതിന് വിരോധമല്ല. ഹാജരാവണം, ഹയ്യാവണം. പിന്നെ ഹയ്യാൻ ഹാജറാകുന്ന ഉറപ്പ്, പിന്നെ ഹയ്യാൻ ജീവനുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യുന്ന ഉറപ്പ്? അങ്ങനെ ജീവനുള്ളതും ഹാജറുമാണെങ്കിൽ ചോദിക്കാം. അങ്ങനെ കാര്യകാരണ ബന്ധത്തിനനുസൃതമായി മുമ്പിൽ ഹാജറുള്ള ജീവനുള്ള ഒരു സൃഷ്ടിയോട് ചോദിച്ചാൽ അത് ഇബാദത്തല്ല. വലിയ കഴിവുള്ള ജീവനുള്ള ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സഹായം ചോദിക്കുക എന്നത് മുസ്ലിം ലോകത്തിന്റെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായവും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു സഹായ ചോദ്യമാകുന്നു. മനുഷ്യന്മാർക്ക് പരസ്പരം കഴിയുന്ന വിഷയത്തിൽ, സാധാരണഗതിയിലുള്ള വിഷയത്തിൽ അങ്ങനെ ചോദിക്കുന്നതില്ല. ശരീരവാദത്തിന്റെ മക്കളെയാണ് ഞാൻ വായിക്കുന്നത്. ഏതുപോലെ പിന്നെ സഹായം ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സഹായം തേടുന്നത് പോലെ രണ്ടിനും നിങ്ങൾ സഹായം തേടുന്ന. കാരണം അനുവദനീയമായ ഇത്തിഹാരത്താണ്. ഒരാൾ തന്റെ മകനെ ഉപദ്രവിക്കുന്നു, ആ മകന്റെ ഉപദ്രവത്തിന് രക്ഷപ്പെടണം, അതിനുവേണ്ടി മറ്റൊരാളെ സഹായം ചോദിക്കാം, അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരാൾ തന്റെ വേലക്കാരൻ അയാളെ ഉപദ്രവിക്കുന്നു, ആ വേലക്കാരൻ ഉപദ്രവത്തിന് രക്ഷപ്പെടാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഒരാളെ തന്റെ നാള പഠിക്കാൻ വരുന്നു, അതിൽ നിന്ന് ഒരാളോട് സഹായം ചോദിക്കാം. അതുപോലെയുള്ള വിഷയത്തിൽ സഹായം ചോദിക്കുക. وكان يستعين الإنسان بالإنسان الحي الحاضر القادر. ജീവനുള്ള ഹാജരായ പാതിരായ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യരോട് ചോദിക്കുന്നത് പോലെ, അതാണെങ്കിലോ ഔ അല്ലെങ്കിൽ അത് വായുവായ മനുഷ്യരോട് ചോദിക്കാം. എങ്ങനെ? ആധുനികമായ ഉപകരണങ്ങൾ, കാര്യകാരണ ബന്ധങ്ങൾക്കനുസൃതമായിട്ടുള്ള ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ഒരാൾ മറ്റൊരാൾ ചോദിക്കാം. ഒരാൾക്ക് വീടുണ്ടാക്കണം, ആ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ മറ്റേ ഉപകരണത്തിലേക്ക് വന്നിട്ട് ആ ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് അതൊന്ന് പൊട്ടിച്ചു തരുമോ? ഒരാൾക്ക് പൊട്ടിക്കാൻ കഴിയില്ലല്ലോ. ഒരു വലിയ ഇരുപ്പിന്റെ തൂണ് ഒരാൾക്ക് പൊട്ടിക്കാൻ കഴിയോ? ഇല്ല. പക്ഷെ ഒരാൾക്ക് ട്രെയിനുണ്ട്, ആ ട്രെയിൻ ഉപയോഗിച്ചിട്ട് പൊട്ടിക്കോ എന്നൊരാളോട് സഹായം ചോദിക്കാം. അതിന് വിരോധമില്ല. അതിനൊരാൾ കാരണം ഉണ്ടാക്കണം, ഇയാൾക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല, അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയും, ഇതിന്റെ കാരണം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നതിന് വിരോധമില്ല. അതുപോലെയുള്ള വിഷയത്തിൽ ചോദിക്കാം. ഈ രൂപത്തിലുള്ള സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്നതിന്റെ മൂസാ നബിയെ സംബന്ധിച്ച് അല്ലാഹു തന്റെ ഖുർആനിൽ പറഞ്ഞ വാക്കിൽ വ്യക്തമായ പരിപാടി
സാധ്യമാകുന്നു. മൂസാനബിയോട് തന്റെ കക്ഷിയിൽപ്പെട്ടവരാണ് ശത്രുവിനെതിരെ സഹായിക്കാൻ വേണ്ടി ഇസ്തിഹാസ നടത്തിയെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മൂസാനബിക്ക് അതിന് കഴിയും. അതുകൊണ്ടാണ് മൂസാനബിയോട് സഹായം ചോദിച്ചത്. ആ രൂപത്തിലുള്ള ഇസ്തിഹാസത്തിൽ യാതൊരു വിരോധവുമില്ല. അതേപോലെ ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരനോട് ഇസ്തിഹാസ നടത്തുന്നു. ജിഹാദിന്റെ സന്ദർഭത്തിൽ, യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരാൾ തന്റെ കൂട്ടിനോട് സഹായം ചോദിക്കുന്നു. അതുപോലെയുള്ള വിഷയത്തിൽ ഇസ്തിഹാസ തേടുന്നതിന് വിരോധമില്ല. ഇനി മനസ്സിലാക്കി എന്നാൽ മരിച്ചു പോയവരോടും ജിന്നുകളോടും മലായികത്തുകളോടും ഇസ്തിഹാസ തേടുക എന്നത്, വല്ലച്ചാരി മരങ്ങളോട് ഇസ്തിഹാസ തേടുക എന്നത്, വല്ലഹിജാരി കല്ലുകളോട് ഇസ്തിഹാസ ചെയ്യുക എന്നത് അത് ഏറ്റവും വലിയ ശിർക്കിൽപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ കാണുന്നത് ഒരു മനുഷ്യന് സാധിക്കുന്ന വിഷയത്തിൽ മറ്റൊരു മനുഷ്യനോട് ഇസ്തിഹാസം നടത്താം. അപ്പോ ഇസ്തിഹാസം ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല, ഇസ്തിഹാസത്തിന് ഉപയോഗിക്കാൻ പാടില്ല, ഇസ്തിഹാസത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ഇതയോ സഹായത്തിന് കഴിവുണ്ട വിട്ടിത്തരല്ലേ പറയുന്നത്. കാരണം വിട്ടിത്തരം അങ്ങനെ ഒരു വാദം ഒരു മുജാഹിദിന്റെ നാവിലൂടെ വരാൻ പാടില്ല. അനുവദനീയമായ വിഷയത്തിൽ ഇസ്തിഹാസം നടത്താം. അതാണ് ശരിക്കും ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞത്. ഇങ്ങനെ കാലികാല ബന്ധങ്ങൾക്കപ്പുറത്തുള്ള വിഷയത്തിന് മരിച്ചുപോയവരോടും ജിന്നുകളോടും മലക്കുകളോടും കല്ലുകളോടും വൃക്ഷങ്ങളോടും തേടുക എന്നതിൽ ഏറ്റവും വലിയ ശിർക്കാണ്. വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയും അത് ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജമിയത്തുൽ ഉലമ പ്രസ്തുത വിഷയം ചർച്ചയ്ക്കെടുക്കുകയായിരുന്നു. 10/4/2007 മുതൽ ആ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായി ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ വിഷയം ജമിയത്തുൽ ഉലമ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങിയത് 2007 ഏപ്രിൽ മാസം 10-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി നമ്മൾ അറിയിക്കുകയാണ്. എന്നിട്ട് ആ ചർച്ചയുടെ ഭാഗമായി നേതൃത്വം നമ്മെ അറിയിക്കുന്നത് ഇത് പ്രബോധന രംഗത്ത് വിഷയമാക്കരുതെന്ന് തീരുമാനിക്കുകയും ആളുകളുമായി ചർച്ച ചെയ്തു, പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തു, ആവശ്യമായ തത്വത്തിന്റെ പ്രബന്ധങ്ങൾ ക്ഷണിക്കുകയും ആ പ്രബന്ധങ്ങൾ പഠിക്കുകയും പഠനശേഷം അവരോട് വീണ്ടും ചർച്ച ചെയ്യുകയും നേരത്തെ വടവൂരികളോട് കാണിച്ച ആ സമീപനത്തെ പോലെ തന്നെ ഈ വിഷയത്തിലും കേരള ജമിയത്തുൽ ഉലമ സമീപനം സ്വീകരിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഈ വിഷയം അഥവാ ജിന്നി പിശാചി എന്നുള്ള ഈ വിഷയം ഇത് പ്രബോധന രംഗത്തൊരു വിഷയമാക്കരുത്. പ്രബോധനത്തിന്റെ മുഖ്യ വിഷയമായി ഇതുവരെയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ പ്രബോധനമാണ്, പ്രബോധനമാണ്. ശിർക്കിനെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ബാധ്യതയാണ് നമുക്ക് ഏവർക്കുമുള്ളത് എന്ന് കൃത്യമായി പറയുകയാണ്. ഇത് പ്രബോധന രംഗത്ത് വിഷയമാക്കണമെന്ന് തീരുമാനിക്കുകയും പ്രസ്തുത തീരുമാനം 29/6/2010 ചേർന്ന കേരള ജമിയത്തുൽ ഉലമ നിർവാഹക സമിതിയും പ്രബന്ധകർത്താക്കളും ഏകകണ്ഠമായി അംഗീകരിക്കുകയും ചെയ്തു. ആരുടെ ഭാഗത്ത് നിന്നൊക്കെയാണോ ഈ വിഷയത്തിൽ പ്രബന്ധങ്ങൾ വാങ്ങിച്ചത് ആ ആളുകളും അതേപോലെ തന്നെ കേരള ജമിയത്തുൽ ഉലമയുടെ നിർവാഹക സമിതി അംഗങ്ങളും ഈ വിഷയത്തിൽ ഇത് പ്രബോധനത്തിന്റെ മുഖ്യ വിഷയമാക്കരുത് എന്ന് കൃത്യമായി ഐക്യകണ്ഠേനമായി തീരുമാനിക്കുകയുണ്ടായി എന്ന് ഈ തലത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂറിയുടെ മുമ്പിൽ ലഭിച്ച 2 പ്രബന്ധങ്ങളും സവിസ്തരം പഠിച്ച ശേഷം പ്രബന്ധകർത്താക്കളുമായി പ്രത്യേകം ചർച്ച ചെയ്തു. ആ രൂപത്തിലാണ് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ എടുത്തത്. 1 അതിന്റെ വൈജ്ഞാനികമായ വശമാണ്, 2 അതിന്റെ സംഘടനാപരമായ വശമാണ്. സമയത്തിന്റെ കുറവുകൊണ്ട് ഈ 2 കാര്യങ്ങളിലും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 1 വൈജ്ഞാനികമായ വിഷയങ്ങൾ വിശദീകരിച്ചപ്പോൾ നെതുവർത്തി നമ്മെ അറിയിക്കുകയാണ്. ഈ വിഷയത്തിൽ അഥവാ ജിന്നി പിശാചി എന്നുള്ള ഈ വിഷയത്തിൽ ആധുനികരും അല്ലാത്തവരുമായ പണ്ഡിതന്മാർ വ്യത്യസ്ത വീക്ഷണം വെച്ച് പുറത്തുന്നു എന്ന് കാണാം. ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ വ്യക്തികളുടെ അഭിപ്രായങ്ങളെക്കാൾ പ്രമാണങ്ങളെയാണല്ലോ നാം അവലംബിക്കേണ്ടത്. അതാണ് നിലപാട്. പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടാവാം. സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി,
അതേപോലെ തന്നെയുള്ള മദ്ഹബിന്റെ ഇമാമുമാരൊക്കെ തന്നെ ഒട്ടേറെ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളെയെല്ലാം നമ്മൾ സ്വീകരിക്കാറുള്ളത് പ്രമാണങ്ങളോട് കത്തിച്ചുകൊണ്ടിട്ടാണ്. പ്രമാണങ്ങളോട് യോജിക്കും, പ്രമാണങ്ങളോട് യോജിക്കാതെ അവരോടുള്ള ബഹുമാനം പരിപൂർണമായി കത്തിച്ചുകൊണ്ട് അവർ നൽകിക്കൊണ്ട് അവരുടെ ആ അഭിപ്രായത്തെ മാറ്റിവെക്കും. ഇതാണ് എല്ലാ വിഷയത്തിലും ഈ വിഷയത്തിലും വ്യക്തികളുടെ അഭിപ്രായങ്ങളെക്കാളും പ്രമാണങ്ങളെയാണല്ലോ നാം അവലംബിക്കേണ്ടത് എന്ന് കൃത്യമായ ഒരു സന്ദേശമാണ് ഈ സംസ്കൃതത്തിലൂടെ അതിന്റെ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. ഇതായിരിക്കണം നമ്മുടെ നിലപാട്, ഇതായിരിക്കണം നമ്മുടെ സംസ്കരണം. അതോടൊപ്പം ഈ വിഷയത്തിൽ സംഘടനാപരമായ നിർദ്ദേശം അതിന്റെ കീഴ്കളിലേക്ക് നൽകുകയാണ്. എന്നാൽ പ്രബോധന രംഗത്തിൽ ഇതൊരു വിഷയമായി ചർച്ച ചെയ്യുകയും ഇസ്രായേൽ പ്രവർത്തകരും പ്രബോധകരും ഇതിനായി ഏർപ്പെടുകയും സമയം ചെലവഴിക്കുകയും ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നു. ഇതാണ് വളരെ പ്രസക്തമായ ഒരു നിർദ്ദേശം. ഇതൊരു മുഖ്യ വിഷയമാണ്. സംസ്ഥാനത്തിൽ എവിടെ നോക്കിയാലും ഇതിന്റെ വിഷയം, ആര് തമ്മിൽ കണ്ടാലും ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയം, എവിടെ ചെന്നാലും പ്രോഗ്രാം ചെയ്യുന്ന ഈ വിഷയം, ഇതിനിടയിലൂടെ പ്രബോധനം എന്ന നമ്മുടെ മുഖ്യ ദൗത്യത്തിൽ നിന്ന് നാം പിന്തിരിഞ്ഞു പോകുന്നു. അങ്ങനത്തെ ഒരു കാരണം ഒരിക്കലും ഈ വിഷയത്തിൽ ഉണ്ടാവരുത് എന്ന കൃത്യമായ മുന്നറിയിപ്പ് നമ്മുടെ നേതൃത്വം നമുക്ക് നൽകുകയാണ്. തന്നെയുമല്ല, പ്രബോധന വിഷയങ്ങളിൽ മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങളിൽ തലമുറ മാതൃകയാണ് നാം പിന്തുടരണമെന്നും പ്രസക്തമല്ലാത്തതും ആശയക്കുഴപ്പത്തിന് ഇടവരുത്തുന്നതുമായ കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കരുതെന്നും പുറത്തുന്നു. രണ്ട് വ്യക്തമായ സന്ദേശം പ്രബോധനത്തിന്റെ മുഖ്യ വിഷയമായി സ്വീകരിക്കാൻ പാടില്ല. ആശയക്കുഴപ്പം ഉണ്ടാകും വിധം ആളുകൾ പ്രവർത്തകർക്കിടയിൽ ഈ വിഷയത്തിൽ അങ്കലാപ്പുണ്ടാക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ കൃത്യമായിട്ട് അമ്മെ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഈ ഒരു സന്ദേശം ഓരോ യൂണിറ്റുകൾക്കും ഒതുക്കിയതിനു ശേഷം നമ്മുടെ പ്രവർത്തകർക്കിടയിലുണ്ടായ ദീനീയായ സമീപനം കൃത്യമായി ഉപയോഗിക്കുന്നതിന് പകരം ചില ആവശ്യതകൾ ഉണ്ടാവുകയുണ്ടായി. ഈ പ്രസ്ഥാനത്തിലേക്ക് ഈയിടെയായി വീണ്ടാമതും കടന്നു വന്ന ഒരു വ്യക്തി എന്നതിലേക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ചില സുഹൃത്തുക്കളിൽ നിന്നും ഈ ഒരു സർക്കിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതും എനിക്ക് കേൾക്കാനും പലരും ഞാനുമായി സംസാരിക്കുകയുണ്ടായി. പല ആളുകളും പറഞ്ഞു, എന്താണ് ഈ സർക്കുലർ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ട എന്നാണോ പറയുന്നത്? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യം ജനങ്ങളോട് പറയാൻ പാടില്ല എന്നാണോ? സഹിയായ രീതിയിൽ വന്ന കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണ്ട എന്നാണോ എന്ന് പറഞ്ഞ് എവിടം വരെ എത്തി എന്ന് ചോദിച്ചാൽ കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരൊന്നും പണ്ഡിതന്മാരെ അല്ല. കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് അത് സുന്നതനോട്ടാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ആ ഒരു സന്ദർഭം വരെ എത്തുകയുണ്ടായി. എത്രമാത്രം ദുഃഖകരമായ അവസ്ഥയാണ്. എന്താണ് സഹോദരങ്ങളെ, സുന്നതഗോത്രി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭയുടെ പണ്ഡിത സഭയ്ക്ക് ഉപയോഗിക്കുന്ന പേരാണ് സുന്നതഗോത്രി എന്നത്. അഥവാ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരുടെ ബൈബിളിൽ നിന്നും അവരെടുത്തേക്കും, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ബൈബിളിലേക്ക് അവർ കൂട്ടിച്ചേർക്കും. ഈ രൂപത്തിൽ കേരള ജമിയത്തുൽ ഉലമ എന്നത് ഒരു സുന്നതദാസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വ്യക്തികൾ നേരിട്ടും അല്ലാതെയും സംസാരിക്കുകയുണ്ടായി. ഈ ഒരു അവസ്ഥ സമൂഹത്തിൽ പ്രത്യേകിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ കടന്നു വന്നപ്പോൾ ഈ സർക്കുലറെ കുറിച്ചും നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ചും വ്യത്യസ്തമായ മുറിവുറുപ്പുകൾ വന്നപ്പോൾ വിഷയം വീണ്ടും ഈ പ്രബോധന വേദിയിലേക്ക് വീണ്ടും വന്നു. ചിന്തിക്കുന്ന വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വിധേയമായി. ആളുകൾ സംസാരിക്കാൻ തുടങ്ങി, ആളുകൾ ചോദിക്കാൻ തുടങ്ങി. ഇതെങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാം, ഇതെങ്ങനെ വീട്ടിൽ വന്നതല്ലേ, ഇതെങ്ങനെ ജനങ്ങളെ പഠിപ്പിക്കണ്ട എന്ന് പറയാം. ഈ വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കണ്ട എന്നല്ല കേന്ദ്രത്തിന്റെ നിർദ്ദേശം. നമ്മുടെ പ്രബോധനത്തിന്റെ മുഖ്യ വിഷയം ഇതാകരുത്. നമുക്ക് പറയാനുള്ളത് കേരളക്കരയിൽ ഒട്ടനേകം കോടിക്കണക്കിന് മനുഷ്യന്മാർ ശിർക്കിലും വിദ്യാർത്ഥിയും കുഫറിലുമാണ് കിടക്കുന്നത്. അവർക്ക് ഹിദായത്തിന്റെ സന്ദേശം എത്തിക്കാനുള്ള ബാധ്യതയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. അതുകൊണ്ട് അതാണ് നമ്മൾ പറയേണ്ടത്, അതിനാണ് നമ്മൾ പരിമിതപ്പെടേണ്ടത് എന്ന ഒരു സന്ദേശമാണ്. അതല്ലാതെ ഈ വിഷയം ജനങ്ങളോട് തീരെ പറയാൻ പാടില്ല എന്നൊരു പദ്ധതിയല്ല. പക്ഷേ വിഷയം സംഭവിച്ചത് എന്താണ്? വീണ്ടും ചർച്ചയ്ക്ക് വിധേയമായപ്പോൾ ഈ വിഷയം വീണ്ടും പൊതുവേദിയിൽ വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾക്കറിയാം, കേരളത്തിൽ കാന്തമേ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുസ്ലിം പുരോഹിതൻ പ്രവാചകന്റെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കള്ളമുടി, 2 കള്ളമുടി കഷ്ണങ്ങൾ കേരളത്തിലേക്ക് അബുദാബിയിൽ നിന്നുള്ള ഒരു അറബി മുഖേന ഇറക്കുമതി ചെയ്യുകയും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഹോൾസെയിൽ വ്യാപാര കേന്ദ്രമാക്കാൻ വേണ്ടി അതിനവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു. കേരളത്തിൽ എല്ലാ പണ്ഡിതന്മാരും എല്ലാ സംഘടനകളും അവരുടെ പ്രബോധന വേദിയിൽ ഒരു ചർച്ചാ വിഷയമായി കൊണ്ടുവരികയുണ്ടായി. ഈ സമയത്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ അവബോധം നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ നാടിന്മാർക്ക് നൽകണം എന്നതിന് വേണ്ടി കോഴിക്കോട് TV ടവറിൽ വെച്ച് നമ്മുടെ
ആസ്ഥാന മന്ദിരത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രബോധകന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. ആ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കൃത്യമായ നിർദ്ദേശം നമ്മുടെ പണ്ഡിതന്മാർ നൽകുകയും നമ്മുടെ രാജ്യമാർ ഈ വിഷയത്തെ സംബന്ധിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുവാനുള്ള തയ്യാറെടുപ്പെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു പണ്ഡിത സഹോദരൻ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ചർച്ചയുടെയും ആ അന്തസത്ത നഷ്ടപ്പെടുത്തും വിധം മറ്റൊരു വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമെന്നോ ദൗർഭാഗ്യമെന്നോ എന്ന് പറയാൻ എനിക്കറിയില്ല. ആ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുന്ന സമയത്ത് കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ നാട്ടിലേക്ക് ലീവിന് പോകുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യമാണ് ടവറിൽ പോയത്. അത് ഈ ചർച്ച നടക്കുന്ന സമയത്തായിരുന്നു. ആകപ്പാടും ബഹളമയമായിട്ടുള്ള ഒരു വിഷയം അതിലേക്ക് എടുത്തിടുകയും ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യണം, കേരള ജമീയത്തുൽ ഉലമ ഇത് ചർച്ച ചെയ്തിട്ടില്ല, ഇത് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ വിഷയം കൊണ്ടുവന്നിടുകയും അന്ന് വൈകുന്നേരം വരെ ഏതൊരു വിഷയമാണോ കൃത്യമായി സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി ദായിമാരെ തയ്യാറാക്കിയിരുന്നത് എന്ന ആ ലക്ഷ്യത്തിൽ നിന്നും പൂർണ്ണമായി തെറ്റിച്ചുകൊണ്ട് ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വന്നു. അങ്ങനെയാണ് കേരള ജമീയത്തുൽ ഉലമയുടെ മുമ്പിൽ വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്. ആ ചർച്ചയ്ക്ക് വരുന്നതിന് കേരള ജമീയത്തുൽ ഉലമ ഉണ്ടാക്കി നമ്മുടെ ഉന്നതന്മാരായ 2 പണ്ഡിതന്മാർ. ആ 2 പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവർ ഉൾക്കൊള്ളുന്ന 10 അംഗങ്ങൾ 10 പണ്ഡിതന്മാർ ഒരുമിച്ച് ഇരുന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു 21/6/2011 21/6/2011 പുലിക്കലുള്ള മദീനത്തുൽ ഉലൂമിന്റെ ആ അങ്കണത്തിൽ വെച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ വിശദമായ ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു. ആ ചർച്ചയെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ തന്നെ പൊതുവേദിയിൽ പ്രസംഗിച്ചത് വിജ്ഞാനപ്രദമായ ചർച്ചയായിരുന്നു. അത് ഐക്യകണ്ഠേനയുള്ള തീരുമാനങ്ങൾ 10-16 തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ കേരള ജമീയത്തുൽ ഉലമ കൊടുത്തിട്ടുണ്ട്. അതവർ ചർച്ച ചെയ്യും, അതവർ അംഗീകരിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ ധൃതി കൂട്ടുന്നത് എന്നൊക്കെ ഈ വിഷയ സംബന്ധമായി പരസ്യമായി തന്നെ പ്രസംഗിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ രൂപത്തിൽ ഐക്യകണ്ഠേന നിയമത്തിന്റെ 10 പണ്ഡിതന്മാർ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും പോലെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും പണ്ഡിതോചിതമായ ചർച്ച നടത്തിക്കൊണ്ട് ആ ചർച്ചയിൽ കൃത്യമായ തീരുമാനം അവർ എടുക്കുകയും ചെയ്യുകയുണ്ടായി. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സംഘടനയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുമ്പിൽ തന്നെ ആവുകൾ എന്നോണം ഇക്കാര്യം സൂചിപ്പിച്ചിട്ട് ആ ലെറ്റർ കേരള ജമീയത്തുൽ ഉലമക്ക് സമർപ്പിച്ച ലെറ്ററിന്റെ തുടക്കം പറയുന്നത് ഇങ്ങനെയാണ്: ജിന്നവാദ, റുഖിയ ശർഇയ്യ എന്നിവ സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്തവരും KNM KJU മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഏകദണ്ഡമായി അംഗീകരിച്ച് ഒപ്പുവെച്ച കാര്യങ്ങളും ഇതാണ് ഇതിന്റെ തീരുമാനത്തിന്റെ ആമുഖം എന്നോണം പറയുന്നത്. പ്രവർത്തകർക്കിടയിൽ ജിന്നവാദ, റുഖിയ ശർഇയ്യ ഇത് സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ചർച്ച നടന്നു. ആ ചർച്ചയിൽ നടന്ന് പങ്കെടുത്ത പണ്ഡിതന്മാർ KNMന്റെയും KJയുടെയും മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് എന്ന ഈ തീരുമാനം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പ്രമാണങ്ങളുടെ സമീപനത്തിന്റെ ഈ പ്രസ്ഥാനം സ്വീകരിക്കുന്ന തത്വസംഹിത വ്യക്തമായി സമുദായത്തിന്റെ മുമ്പിൽ സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള തീരുമാനമാണ്. ഈ തീരുമാനത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ, ഈ തീരുമാനത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ അടങ്ങി നിന്നിരുന്നുവെങ്കിൽ, ഈ തീരുമാനത്തിനനുസരിച്ച് പ്രബോധവേദിയിലേക്ക് നമ്മുടെ പണ്ഡിതന്മാർ പോയിരുന്നുവെങ്കിൽ സഹോദരന്മാരെ ഇതുപോലത്തെയുള്ള ഒരു വിശദീകരണം ഇവിടെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. ഇതുപോലത്തെ ഒരു വിശദീകരണം ഇവിടെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഈ തീരുമാനങ്ങളെ കുറിച്ച് കേരള ജമീയത്തുൽ ഉലമ അംഗീകരിക്കുകയുണ്ടായി. ഇത് അംഗീകരിച്ച് പ്രത്യേകമായ തർക്കമൊന്നും നടത്തിയിട്ടില്ല. കാരണം ഐക്യകണ്ഠേന തീരുമാനിച്ച സംഗതികളാണ്. ഈ 10 പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഐക്യകണ്ഠേന തീരുമാനിച്ച സംഗതിയാണ്. ഇത്
കേരള ജംഇയ്യത്തുൽ അറിയിച്ചു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായും തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല. പണ്ഡിത സംഘടന എന്ന നിലയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ അഭിപ്രായ വ്യത്യാസങ്ങളെ പ്രമാണബന്ധിതമായി പഠനം നടത്തി ചർച്ച നടത്തി അതിലൊരു തീരുമാനമെടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഈ തത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ടതില്ല. പക്ഷെ അതോടൊപ്പം ഒരു കാര്യം കേരള ജംഇയ്യത്തുൽ ഉലമ കേരള മുസ്ലിം മുജാഹിദീന്റെ നിർദ്ദേശങ്ങളുണ്ടായി. ഈ വിഷയ സംബന്ധമായി നേരത്തെ കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയ ഞാൻ നേരത്തെ വായിച്ച തത്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അഭ്യൂഹങ്ങൾ പരത്തുന്നുണ്ട്. സംഘടനയെയും സംഘടനയുടെ പണ്ഡിതന്മാരെയും സംബന്ധിച്ച് കൃത്യമായ മുറിവുറുപ്പുകളും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും വികഴിക്കലുകളും സമൂഹമധ്യേ പ്രവർത്തകർക്കിടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സർക്കുലർ ആ വരികളിൽ മാത്രം പരിമിതപ്പെടുത്താതെ ഈ വിഷയം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കാൻ കേരള മുസ്ലിം മുജാഹിദീന്റെ സംസ്ഥാന നിർവാഹക സമിതി ആവശ്യമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കണമെന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ KNMന്റെ നിർദ്ദേശങ്ങളുണ്ടായി. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശദീകരണ യോഗങ്ങൾ നടത്തുകയുണ്ടായി. സംഘടനാപരമായി സ്വീകരിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് ആദ്യം അറിയിക്കേണ്ട ആളുകളെ കൃത്യമായി അവരെ മാത്രം വിളിച്ചുകൊണ്ട് അവരെ അറിയിക്കുകയുണ്ടായി. പിന്നീട് സംസ്ഥാന തലത്തിൽ അറിയിക്കേണ്ടവരെ അറിയിച്ചു. പിന്നീട് ജില്ലാ തലത്തിൽ അറിയിക്കേണ്ടവരെ അറിയിച്ചു. മണ്ഡലം തലത്തിൽ അറിയിക്കേണ്ടവരെ ഇപ്പോൾ നാട്ടിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ രൂപത്തിൽ ഇത് ഇങ്ങനെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ തീരുമാനത്തെ പരിപൂർണമായും അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള മറുപ്രവർത്തനം ചില സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. സംഘടനകൾ എന്ന് പറയട്ടെ ഏതുപോലെ എന്ന് ചോദിച്ചാൽ നേരത്തെ മടവൂരികളുമായി ഉണ്ടായ 2 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ആ പ്രബന്ധങ്ങൾക്ക് മറുപടി പ്രബന്ധങ്ങൾ സമർപ്പിക്കുകയും പിന്നീട് മണിക്കൂറുകളോളം മുഖാമുഖം ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ആ ചർച്ചയും കഴിഞ്ഞ് കേരള ജംഇയ്യത്തുൽ ഉലമ 18 തീരുമാനമെടുക്കുകയുണ്ടായി. നമുക്ക് ഏവർക്കും അറിയാം ആ 18 തീരുമാനങ്ങൾ എടുത്തപ്പോൾ ആ തീരുമാനത്തിൽ നിൽക്കുന്നതിന് പകരം ഈ സമുദായത്തെ ഈ സംഘടനയെ ഐക്യത്തോടുകൂടി മുന്നോട്ട് നയിക്കുന്നതിന് പകരം ആ 18 തീരുമാനങ്ങളെയും നാട്ടിൽ കലർത്തിക്കൊണ്ട് ഒരു നീലപുസ്തകം എന്ന പേരിൽ ഒരു ചിത്രകൃതി നടക്കുകയും ആ ചിത്രകൃതിയെ അവലംബിച്ചുകൊണ്ട് ആ വിഭാഗത്തെ അനുകൂലിക്കുന്ന പ്രവർത്തകരും പണ്ഡിതന്മാരുമായ ആളുകൾ നാടിനെ കവലപ്രസംഗങ്ങൾ നടത്തി ജംഇയ്യത്തുൽ ഉലമയുടെ 18 തീരുമാനങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് ഈ സമുദായത്തിൽ ഈ സംഘടനയിൽ അവർ ബന്ധുണ്ടാക്കി. അതാണല്ലോ യഥാർത്ഥത്തിൽ ഈ സംഘടന അതുപോലെ ഈ 10 പണ്ഡിതന്മാർ കൂടി എടുത്ത 13 തീരുമാനങ്ങൾ പലതിനെയും കാട്ടിൽ പരത്തുന്ന വിധത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചത്. ഹദീസ് സെമിനാർ എന്ന രൂപത്തിൽ കേരളത്തിന്റെ ഒരു മൂലയിൽ സംഘടിപ്പിച്ച പരിപാടി. ആ പരിപാടിയായിരുന്നു ഇതിന് ഔദ്യോഗികമായ തുടക്കം കുറിച്ചത്, പരസ്യമായിട്ടുള്ള തുടക്കം കുറിച്ചത്. ആ പ്രോഗ്രാമിന്റെ CD നാളെ നീളെ വിതരണം ചെയ്യപ്പെട്ടു. ഏതുവരെയെന്ന് വെച്ചാൽ വരുന്ന സമയത്ത് പോലും ഈർച്ചമായ ഈടികളുടെ കൂട്ടം കയ്യിൽ കരുതിയിട്ട് കാണുന്നവർക്കൊക്കെ വിതരണം ചെയ്യുകയും ഇത് നിങ്ങൾ കേൾക്കണം, ഇത് നിങ്ങൾ പഠിക്കണം, ഇതെന്താണ് നിങ്ങൾ വിതരണം ചെയ്യാത്തത് എന്നിങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തിയിട്ട് വ്യാപകമായി വിതരണം ചെയ്യുകയും ആളുകൾക്കിടയിൽ വിദ്യാമായി അങ്കലാപ്പുകളും അതേപോലെ ആശയക്കുഴപ്പവും ഉണ്ടാക്കുകയും ചെയ്തു. ഈ സമയത്താണ് കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങൾ വളരെ വ്യാപകമാക്കുവാനും ആ വിശദീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തീരുമാനത്തിന്റെ 21/6/2011 പുളിക്കൽ വെച്ച് നടന്ന ചർച്ചയിൽ നടന്ന ഈ തീരുമാനം, ഇതിൽ 1ാമത്തെ തീരുമാനം ഞാൻ നേരത്തെ വായിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഇതിൽ പറയുന്ന 13ാമത്തെ തീരുമാനം അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1ാമത്തേത് 10 പണ്ഡിതന്മാരും ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണിത്. ഇത് കേരളത്തിലും KJയിലും സമർപ്പിക്കുകയാണ് എന്നാണ് ഇതിൽ ആമുഖത്തിലുള്ളത്. 13ാമത്തെ തീരുമാനത്തിലുള്ളത് ഈ കാര്യങ്ങൾ അഥവാ മുകളിൽ പറഞ്ഞ 12 കാര്യങ്ങളും ഈ കാര്യങ്ങൾ പരിഗണിക്കും. KJയും KNM നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങളോട് യോജിച്ചുകൊണ്ട് മാത്രം എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ്. ഇതാണ് ഈ 10 പണ്ഡിതന്മാരെടുത്ത 13ാമത്തെ തീരുമാനം. അത് നേരത്തെ പറഞ്ഞ 12 തീരുമാനങ്ങൾ പരിഗണിച്ചുകൊണ്ട് KNMും KJയും ഏതൊരു മാർഗനിർദ്ദേശമാണോ നൽകുന്നത് ആ മാർഗനിർദ്ദേശം അനുസരിച്ചാണ്
ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ മുന്നോട്ട് പോകേണ്ടത് അത് മുന്നോട്ട് പോകും എന്നുള്ള ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തീരുമാനത്തിലൂടെ സംഘടനയെ ഔദ്യോഗികമായി എടുത്തത്. ആ തീരുമാനത്തിന്റെ ഘടകവിരുദ്ധമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് സമിയാദി എന്ന ആ പരിപാടിയിൽ നടന്ന പ്രസംഗങ്ങളും എന്ന് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. KJUവിന്റെ വിശദീകരണ കേട്ടറ്റുകൾ നടന്നു, KJUവിന്റെ വിശദീകരണ യോഗങ്ങൾ നടന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീഡികൾ വിതരണം ചെയ്തു. സാന്ദർഭികമായി സൂക്ഷിക്കട്ടെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 സീഡികളും നമ്മുടെ സെന്ററിൽ വരികയുണ്ടായി. ഈ 2 സീഡികളും ഇസ്രായേൽ സെന്ററിന്റെ പ്രബോധന വിഭാഗം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതൻ അത് കേൾക്കുകയും ആ കേട്ടതിന്റെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഇതിൽ ഒരു സീഡിയെ സംബന്ധിച്ച് ഒട്ടേറെ ആശയക്കുഴപ്പങ്ങളുണ്ട് എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് വിതരണം ചെയ്യാൻ കാര്യം തീരുമാനിക്കുകയും രണ്ടാമത്തേതിൽ ഇന്നിന്റെ കുഴപ്പങ്ങളുണ്ട്, ആ കുഴപ്പങ്ങൾ നീക്കിയാൽ അത് വിതരണം ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. പിന്നീട് സംഘടനാപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സീഡി ഇവർ വിതരണം ചെയ്യുന്നത് നമ്മൾ നിർത്തുകയും ചെയ്തു. ഒന്നാം സഹോദരങ്ങളെ, ഇവിടെ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ട ഹദീസ് സെമിനാറിൽ വളരെ പ്രധാനമായി നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ സീഡി ആളുകൾക്കിടയിൽ വ്യാപകമായി ഈ ഇരിക്കുന്ന ആളുകളിൽ പല ആളുകളും അത് കേട്ടതായിരുന്നു. വളരെ നല്ല മനസ്സോടെ, കൃത്യമായ മനസ്സോടെ, വളരെ യാതൊരുവിധ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറുപ്പമില്ലാതെ ശുദ്ധമായ മനസ്സാക്ഷിയോട് 100 വട്ടം ചോദിച്ചതിന് ശേഷം കൃത്യമായി സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട 3 അടിസ്ഥാനപരമായ അബദ്ധങ്ങൾ ആ തീരുമാനങ്ങൾ വളരെ ശാന്തമായ രൂപത്തിൽ മുൻ തീരുമാനമില്ലാതെ കേൾക്കുന്ന ഏതൊരാൾക്കും അതിന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? ഒന്നാമത്തേത്, ഒട്ടേറെ വിഷയങ്ങളെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. മുജാഹിദ് പണ്ഡിതന്മാരുടെ പൊതുവേദികളിലുള്ള പ്രസംഗങ്ങൾക്ക് വിപരീതമായി ഒട്ടേറെ വിഷയങ്ങളിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് സന്ദേശമായി നൽകുന്നു. മറ്റൊന്ന്, സംഘടനയുടെ തീരുമാനത്തിനും സംഘടനയുടെ നയങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള വാക്കുകളും വാചകങ്ങളും അതിലൂടെ ജനങ്ങൾക്ക് നൽകുന്നു. മൂന്നാമത്, പുതിയ ഒരു മന്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഈ 3 വളരെ പ്രധാനപ്പെട്ട സംഗതികൾ ആ തീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നതാണ്. എന്താണ്? വെറുതെ 3 ആരോപണങ്ങൾ നടത്തുകയല്ല, വെറുതെ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പരസ്പര വൈരുദ്ധ്യങ്ങൾ കൃത്യമായിട്ട് ആ തീരി ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കും. പ്രസംഗത്തിന്റെ ഒരു ഭാഗത്തിൽ ഒരു മനുഷ്യനെ ജിന്നബാധമുണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ വഹയിന്റെ സാന്നിധ്യം വേണം. ആവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. സാധാരണ നടത്തുന്ന നമ്മുടെ ഈ പൊതു പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായി സമയം സ്വല്പം നീളുന്നുവെങ്കിൽ മാന്യ ശ്രോതാക്കൾ ക്ഷമയോടുകൂടി ഈ സദസ്സിൽ ഇരിക്കണം എന്ന് അറിയിക്കുകയാണ്. അത്യാവശ്യമായി ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോകുന്നതിന് വിരോധമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ ഷേഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാൻ ഹഫിളഹുല്ലാ നമ്മെ അറിയിച്ചതുപോലെ തൗഹീദ് പ്രബോധനമാണ്. ഈ പ്രബോധനത്തിന്റെ സലഫു സ്വാലിഹീങ്ങൾ കാണിച്ചു തന്ന മന്ദിരത്തെ അനുസരിച്ചുകൊണ്ട് ഈ തൗഹീദിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എന്റെ സംസാരം ഞാൻ വരുത്തിയത് നമ്മുടെ സംഘടനയിൽ നേരത്തെ സൂചിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെയും സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെയും മറ്റൊരു കാൽവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. 10 പണ്ഡിതന്മാർ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ വളരെ പ്രസക്തമായ 13 കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് കേരളത്തിന്റെ ഒരു അറ്റത്ത് നടന്ന ഒരു പരിപാടി ഹദീസ് സെമിനാർ എന്ന പേരിൽ നടക്കുകയും അതിന്റെ പേരിൽ വ്യാപകമായി മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ വിതരണം ചെയ്യപ്പെടുകയും ചെയ്തു. ആ തീയതി വളരെ കൃത്യമായി ആവർത്തിച്ച് കേട്ട് കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ വളരെ വ്യക്തമായ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒന്നാമത്, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പ്രവേശനമായി നൽകുന്നു. മറ്റൊന്ന്, സംഘടനാ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ ആ സംസാരത്തിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. മൂന്നാമതായി, അതീവ ഗൗരവമേറിയ ഇസ്രായേൽ പ്രസ്ഥാനം സ്വീകരിച്ച പ്രമാണങ്ങളോട് സ്വീകരിക്കുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു മന്ദിരത്തിലേക്ക് മുജാഹിദ് പ്രവർത്തകരെ കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഇതാണ്
ഈ വിഷയത്തിന്റെ ഏറ്റവും ഗൗരവം, ആ ഗൗരവം ഉള്ളതുകൊണ്ടാണ് ഇതൊരു പുരോഗതിയായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമല്ല. മറിച്ച് പ്രമാണബന്ധിതമായി മനസ്സിലാക്കേണ്ടതിന് പകരം, പ്രമാണങ്ങളെ കൃത്യമായി സമീപിക്കുന്നതിന് പകരം ചില ആളുകളുടെ ഹവന്നസ്, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു വെച്ച ചില വിഷയങ്ങളിൽ നിന്നും താഴ്ന്നു വരാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും അബദ്ധങ്ങൾ പറയുകയും ആ അബദ്ധങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ വിഷയങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുവാനുള്ള കാരണം. എന്നാൽ സഹോദരങ്ങളെ പരസ്പരവിരുദ്ധമായിട്ടുള്ള കാര്യം, പ്രസംഗത്തിന്റെ ഒരു ഭാഗത്ത് ഒരാൾക്ക് ജിന്നബാധമുണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ വഹീ ആവശ്യമാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാൾ ജിന്നബാധമുണ്ട് എന്ന് ഉറപ്പിക്കാൻ പാടുള്ളൂ എന്ന വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു സന്ദേശം കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതാണ് യഥാർത്ഥ സന്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പ്രവാചകന്റെ തലത്തിൽ ജിന്നുകൾ വന്നതിനെ സംബന്ധിച്ച് അറിവില്ലായിരുന്നു. അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശമായ ഖുർആനിന്റെ വചനങ്ങൾ പ്രവാചകന് ലഭിച്ചപ്പോൾ മാത്രമാണ് താൻ നമസ്കരിച്ചപ്പോൾ, താൻ ഇരുന്ന സമയത്ത്, താൻ ഖുർആൻ പാരായണം ചെയ്ത സമയത്ത് ആ ഖുർആൻ പാരായണം ഒരു വിഭാഗം ജിന്നുകൾ കേൾക്കുകയും അവൻ ശ്രമിക്കുകയും അവൻ ഉൾക്കൊള്ളുകയും ബുദ്ധിമാവുകയും തിരിച്ചു പോവുകയും ചെയ്ത കാര്യം മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മനസ്സിലാകുന്നത്. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു, പ്രവാചകനെ പറയുക, തീർച്ചയായും എനിക്ക് വഹീന്റെ സന്ദേശം എത്തിയിട്ടുണ്ട്. ഒരു വിഭാഗം ജിന്നുകൾ തീർച്ചയായും വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ഓതുന്നത് കേട്ടിട്ടുണ്ട് എന്നുള്ള ഖുർആനിന്റെ വചനം വന്നപ്പോൾ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതൊരു സത്യമാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആ മനുഷ്യനെ പ്രവർത്തിക്കാൻ വേണ്ടി ജിന്നുകൾ പ്രവേശിക്കും, ജിന്നുബാധയുണ്ടാകും. വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും കൃത്യമായി ബോധ്യപ്പെടുന്ന വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. ഒരാൾക്കും അതിൽ അഭിപ്രായം വ്യത്യാസമില്ല. പിശാച് മനുഷ്യനെ ഏതൊക്കെ രൂപത്തിൽ ഉപദ്രവിക്കാൻ സാധിക്കുമോ ആ രൂപത്തിലെല്ലാം പിശാച് മനുഷ്യനെ ഉപദ്രവിക്കും, മാനസികമായി ഉപദ്രവിക്കും. ആ മാനസികമായ ഉപദ്രവത്തിന്റെ ഭാഗമായി മനുഷ്യന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവാം. വിശുദ്ധ ഖുർആൻ തന്നെ എങ്ങനെയാണ് പറഞ്ഞത്? അവർക്കുള്ള വലതുഭാഗത്തിലുള്ളവരും നിങ്ങളുടെ ഇടതുഭാഗത്തിലുള്ളവരും നിങ്ങളുടെ മുന്നിലുള്ളവരും പിന്നിലുള്ളവരും തീർച്ചയായും നിങ്ങളെ വഴിവിലെത്തിക്കാൻ അവൻ പരിശ്രമിക്കുന്നത് ചെയ്യും. ബുദ്ധിയുടെ പ്രമാണങ്ങളെ കണ്ട് ജിന്നുബാധയെ നിഷേധിക്കുന്ന ആളുകളെ പോലെയല്ല ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ. മറിച്ച് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ അനീതിയുടെ വെളിച്ചത്തിൽ പിശാചിന്റെ ഉപദ്രവങ്ങളെ കുറിച്ച്, പിശാചിന്റെ മനുഷ്യനെ വഴിമുട്ടിക്കുന്ന മാർഗങ്ങളെ കുറിച്ച് കൃത്യമായി സന്ദേശം നൽകേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞു പോലും ഈ പ്രസ്ഥാനത്തിന്റെ അയ്യപ്പം സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഈ പ്രസ്ഥാനത്തിൽ അവർക്ക് സ്ഥാനമുണ്ടാവുകയില്ല. അവർ പുസ്തകങ്ങൾ എഴുതിയാലും ശരി, ആ പുസ്തകങ്ങൾക്ക് ആളുകളുടെ ആമുഖം എഴുതിയാലും ശരി, ഇസ്രായേൽ പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. ആ പ്രമാണങ്ങളോട് സാലിഹീങ്ങളായ സച്ചരിതരായ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം അത് ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് ഇതായിരുന്ന പ്രസ്ഥാനം. പക്ഷേ അതേ സമയത്ത് സഹോദരങ്ങളെ, ജിന്നബാധയുടെ മനുഷ്യരിലുണ്ട് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ, എന്ന് കൃത്യമായി ഉറപ്പിക്കണമെങ്കിൽ വഹീന്റെ സാന്നിധ്യം വേണം എന്ന സന്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രസംഗത്തിലൂടെ ആളുകൾക്ക് നൽകുന്നു. പക്ഷേ അതേ പണ്ഡിതൻ തന്നെ സംസാരത്തിന്റെ മറ്റു നിരത്ത് വന്നപ്പോൾ എന്റെ അടുക്കൽ വന്ന ഒരു വ്യക്തിക്ക് കൃത്യമായ ജിന്നബാധ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഭാഗത്ത് ജിന്നബാധയുണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ വഹീന്റെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് പറയുകയും, ഒരു പ്രസംഗത്തിൽ ആ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നപ്പോൾ ആ വ്യക്തിക്ക് ജിന്നബാധയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു എന്ന് പ്രസംഗിക്കുന്നത് ഒരേ സമയത്ത് നമ്മൾ കേൾക്കുകയാണ്. എന്താണ് സഹോദരങ്ങളെ, വീണ്ടും വൈകിക്കുന്നു. അതേ പ്രസംഗത്തിൽ തന്നെ ചോദ്യോത്തരത്തിന്റെ മറ്റൊരു സെഷനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞു ജിന്നബാധയുണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ വഹീന്റെ സാന്നിധ്യം വേണം. എന്നാൽ നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഒരാൾ വന്നപ്പോൾ ജിന്നബാധയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ അയാൾക്ക് ഖുർആനിന്റെ ഒരു CD ലൈബ്രറി കാർഡിൽ വെച്ചിട്ട് എയർപോർട്ടിൽ ചെവിയിൽ വെച്ച് കൊടുത്തുകൊണ്ട് അയാളെ ഖുർആൻ കളിപ്പിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് താങ്കൾ വിശദീകരിച്ചു. താങ്കൾക്ക്
എങ്ങനെയാണത് ബോധ്യപ്പെട്ടത് എന്ന് ചോദിക്കും. ആ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് രീതിയിൽ വ്യത്യസ്തമായി മറ്റൊരു മറുപടിയിലേക്ക് ചെയ്യേണ്ടി വന്നു. എനിക്ക് അങ്ങനെ ഒരു സംശയമാണ് തോന്നിയത്, അങ്ങനെ സംശയം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ എന്നതിലേക്ക് പോകുന്നുണ്ടായി. അപ്പോൾ വൈരുദ്ധ്യം നിറഞ്ഞ പ്രസംഗങ്ങൾ ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്നും സദസ്സിലേക്ക് ആളുകളിലേക്ക് നൽകുന്നത് ഇസ്രായേൽ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തിരിച്ചേണ്ട ബാധ്യത ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ പ്രബോധകർക്കും ഇതിന്റെ പ്രവർത്തകർക്കും ഇതിന്റെ പണ്ഡിതന്മാർക്കുണ്ട്. ആ പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിലൂടെ സഹോദരങ്ങളെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വൈരുദ്ധ്യങ്ങൾ വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന വിഷയത്തെ സംബന്ധിച്ച് സുന്നികളായ ആളുകളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോൾ കൃത്യമായി പറയുന്നു, കേരള റുക്കിയെ സംബന്ധിച്ചുള്ള പ്രസ്ഥാനത്തിന്റെ നിലപാട് 1960കളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറക്കിയ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയായ അമാനികളുടെ ഖുർആൻ പരിഭാഷയുടെ സൂറത്തുൽ ഫലത്തിന്റെ വിശദീകരണത്തിൽ കൃത്യമായി അക്കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രസ്ഥാനം ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സുന്നികളുമായി നടന്ന വാദപ്രതിവാദത്തിൽ വ്യവസ്ഥ എഴുതിയപ്പോൾ ആ വിഷയത്തിൽ പ്രസ്ഥാനത്തിന്റെ നിലപാട് കൃത്യമായി പറയുകയും ഈ വിഷയത്തിൽ സുന്നികളും നിങ്ങളും തമ്മിൽ യാതൊരു അഭിപ്രായ വിശ്വാസമില്ല, അതുകൊണ്ട് അത് വാദപ്രതിവാദം എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്ന് വാദപ്രതിവാദ വ്യവസ്ഥ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ മാനിമോദി വിശ്വാസ ജീവിതം എന്ന പുസ്തകത്തിൽ ഈ വിഷയവുമായി ഈ ധാരാളം ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായ രൂപത്തിൽ ജനങ്ങൾ ബോധവൽക്കരിക്കുന്നതായി പണ്ഡിതന്മാർ ആവശ്യമാകുന്ന കാര്യങ്ങളിലൊക്കെ പ്രധാനമായിട്ടും പ്രവാചകന്റെ അതീതം ഉദ്ധരിച്ചുകൊണ്ടും ഈ വിഷയം ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പറയുന്ന പണ്ഡിതൻ സ്വല്പം അങ്ങോട്ട് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം ചോദ്യത്തിന് വിധേയമാകുമ്പോൾ അദ്ദേഹം പ്രബന്ധത്തിൽ നിന്ന് വായിക്കുന്നു, എന്ന വിഷയത്തെക്കുറിച്ച് ജമീയത്തുലമ ചർച്ച ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന പരസ്പര വൈരുദ്ധ്യമായ സന്ദേശം ജനങ്ങൾക്കിടയിൽ നടക്കുന്നു. യഥാർത്ഥത്തിൽ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിവാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസമാവട്ടെ ധർമ്മമാവട്ടെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ചർച്ച നടത്തേണ്ടതില്ല. ഏത് പണ്ഡിതനും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളോട് പറയാവുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അതേ ചർച്ചത്തിൽ തന്നെ കേൾക്കാറുണ്ട്. ഈ പ്രസ്ഥാനത്തിലേക്ക് സുന്നികളായ പണ്ഡിതന്മാർ വന്നപ്പോൾ അതിൽ ചില പണ്ഡിതന്മാരൊക്കെ കോഴിക്കോട് കൊണ്ടുകൊണ്ട് അബ്ദുൽ ഖാദർ മൗലവിയുടെ വന്നുകൊണ്ട് രാജസ്ഥാനത്ത് ജനങ്ങളോട് പറയേണ്ടത് ഞാൻ ഇങ്ങനെ പ്രബോധനം നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ കൊടുത്ത മറുപടി നിങ്ങൾ ആരും സുന്ദർക്കും അനുസരിച്ച് ജനങ്ങളെ പഠിപ്പിക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതിന് വ്യത്യസ്തമായി ഈ പ്രസ്ഥാനം നേരത്തെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഒരിക്കൽ പറയുകയും മറ്റൊരിക്കൽ ഈ വിഷയം കത്തരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സംഗതികൾ ഈ പ്രസംഗത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ജിന്നേബാധ, സെഹിർബാധ, കണ്ണേറി ഇതൊക്കെ വൈദ്യനായ കാര്യമാണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയുന്നതല്ല, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഉറപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന് വളരെ വ്യക്തമായ സന്ദേശം ജനങ്ങൾക്ക് നൽകിയാണ്. സത്യസന്ധമായ സന്ദേശം ബാധിക്കുന്നതും സിഹിർ ബാധിക്കുന്നതും കണ്ണേറ് ബാധിക്കുന്നതും ഒക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഒരാൾക്കും തന്നെ ബുദ്ധിയുടെ മാർഗം വെച്ചുകൊണ്ട് അത് നിഷേധിക്കാൻ സാധ്യമല്ല, അത് തള്ളിക്കളയാൻ സാധ്യമല്ല. അത് മടവൂരികളുടെ സ്വഭാവമാണ്. അത്തരം മടവൂരി ഇത്തരം ആളുകൾ ഈ പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ അവരെയും തുറന്നു കാണിക്കാൻ ഇതിന്റെ പ്രബോധനത്തിൽ യാതൊരു മടിയില്ല. കൃത്യമായി കാണിക്കും. അത്തരം ആളുകളെ പ്രമാണങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാനുള്ള പ്രവർത്തനം കൃത്യമായി നമ്മൾ നടത്തുന്നത് ചെയ്യും. അപ്പോൾ ജിന്നബാധയും സിഹിർബാധയും കണ്ണേറുമൊക്കെ വലിയ കാര്യമാണ് എന്ന് ഒരു സമയത്ത് പറയുന്നു. എന്നാൽ ചോദ്യോത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ ഒരു മനുഷ്യന് ജിന്നബാധയാണ് എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോ ഉറപ്പിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഭൗതികമായ രോഗികൾ വരുന്ന സമയത്ത് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന മറുപടി, അതിൽ നിന്നൊക്കെ ആ ഡോക്ടർ രോഗത്തിന്റെ കാരണം മനസ്സിലാക്കി ഒരു മരുന്നങ്ങൾ കൊടുക്കാറുള്ളത് എന്നതുപോലെ ഇതുമായി ബന്ധപ്പെടുമ്പോൾ ജിന്നബാധ, സിഹിർബാധ, അതേപോലെ തന്നെ കണ്ണേറ് ഇത്തരം പ്രവർത്തനങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നുള്ള വൈരുദ്ധ്യം നിറഞ്ഞ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നു. ഇനിയും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഈ രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട 3 വൈരുദ്ധ്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇത് ആരോപണമല്ല, കൃത്യമായതാണ്. ആ സീഡി നിങ്ങൾക്ക് ഇപ്പോഴും കേൾക്കാൻ സാധിക്കും, കിട്ടുവാൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ കേൾക്കുക, വാങ്ങി കേട്ടുകൊണ്ട്
വെച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം അതിലുണ്ടോ? ഒരു ഭാഗത്തൊന്ന് പറയുന്നു, മറുഭാഗത്തിൽ വിരുദ്ധമായി പറയുന്നു. ഇങ്ങനെ ഒരു സന്ദേശം മുജാഹിദുകളിൽ അതിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കുന്ന സ്വഭാവമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സംഘടനാ വിരുദ്ധമായ വാർത്തകളും വാക്കുകളും ആ രീതിയുടെ പല രംഗങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഒന്ന്, 6/7/2010 അന്ന് ആ സർക്കുലറിൽ കൃത്യമായി പറഞ്ഞു. ഞാൻ നേരത്തെ ആദ്യം വായിച്ച ഒന്നാമതായി വായിച്ച സർക്കുലർ ഇത് ജനങ്ങൾക്കിടയിൽ നടക്കേണ്ട, ഇത് ജനങ്ങൾക്കിടയിൽ ചർച്ച വിഷയമാക്കേണ്ട, പ്രബോധനത്തിന്റെ മുഖ്യ വിഷയമായിട്ട് കൊണ്ടുവരേണ്ട എന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ തീരുമാനിച്ച് KNM അതിന്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകിയപ്പോൾ ഈ വിഷയം ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി എന്ന മട്ടോളം ഹദീസുകളിലുള്ള കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ എന്ന മട്ടോളം തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധം ചില പ്രമേയങ്ങൾ മുന്നോട്ട് വെക്കുകയും അതിൽ തെളിവ് തെളിയിക്കുന്ന ഹദീസുകൾ ആ പ്രമേയവുമായി യാതൊരു ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്ന സംഘടനാ വിരുദ്ധമായ പ്രവർത്തനം ഇത് നമുക്ക് നടത്താൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 21/6/2011 10 പണ്ഡിതന്മാരെടുത്ത തീരുമാനം, ആ തീരുമാനങ്ങളിൽ ഞാൻ നേരത്തെ വായിച്ചു. 13ാമത്തെ തീരുമാനം എന്താണ്? ഈ കാര്യങ്ങൾ പരിഗണിച്ച് KJU KNM നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങളോട് യോജിച്ചുകൊണ്ട് മാത്രം എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ്. സഹോദരങ്ങളെ ആലോചിക്കുക. കാസർഗോഡ് നടന്ന ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം പരിപാടി നടത്താൻ KNM നിർദ്ദേശമുണ്ടോ? അല്ലെങ്കിൽ KNM അനുവാദം കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെന്ന് മാത്രമല്ല അതിൽ നിന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ഒരു വാക്യെന്നോണം അതിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും അതിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. നേരത്തെ KNM ഇറക്കിയ സർക്കുലറിന് കൃത്യമായി വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെയുള്ള സർക്കുലർ നമ്മൾ വായിച്ചു. ഈ ഭാഗത്തു നിന്നും 2 ഭാഗത്തു നിന്നും അഭിപ്രായ വ്യത്യാസമുള്ളവരിൽ നിന്ന് പ്രബന്ധങ്ങൾ ശേഖരിച്ചു. ആ പ്രബന്ധങ്ങൾ പഠിച്ചു. എന്നിട്ട് ഞങ്ങളെത്തിയ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ അറിയിച്ചു. എന്നാൽ കേരള ജമിയത്തുൽ ഉലമക്ക് പഠിക്കാനും വളരെ വിധേയമാക്കാനും വേണ്ടി നൽകുന്ന ആ പ്രബന്ധം ആളുകൾക്ക് മുമ്പിലൂടെ പരസ്യപ്പെടുത്തിക്കൊണ്ട് ഇത് ആർക്കും വായിക്കാം, ഇത് ആർക്കും നൽകാം എന്ന് പറയുകയും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അതിന്റെ കോപ്പികൾ ചെയ്യുകയും മെമ്മറിയിലാക്കിയിട്ട് അതിന്റെ പൂർണ്ണമായ രൂപം ഓരോരുത്തരുടെയും കമ്പ്യൂട്ടറുകളിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇസ്രായേൽ പ്രസ്ഥാനത്തിൽ ഇത്തരം ഒരു സമീപനം നേരത്തെ മഴമൂലികളായ ആളുകൾക്കുണ്ടായിരുന്നു. ജമിയത്തുകളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ വേണ്ടി സമർപ്പിച്ചിരുന്ന പ്രബന്ധങ്ങൾ, ആ പ്രബന്ധങ്ങൾ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ആളുകളുടെ മുമ്പിൽ വിതരണം ചെയ്യുന്ന ഒരു സമീപനം നേരത്തെ നമ്മൾ കണ്ടതാണ്. ആ രൂപത്തിൽ ഒരു സംഘടന വിരുദ്ധമായ പ്രവർത്തനവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗവും കേട്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മൂന്നാമത് അതീവ ഗൗരവമുള്ള ഒരു കാര്യമാണ് അതിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്താണ്? ഒരു പുതിയ മന്ദിരത്തിലേക്ക് ഈ സമുദായത്തെ, ഈ സംഘടനയിലെ ആളുകളെ കൊണ്ടുപോകുന്നു എന്നതാണ്. എന്താണ് വിഷയം? ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. ആ ഹദീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ആ ഹദീസിനെ ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോ ഒറ്റപ്പെട്ട മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജിന്നുകളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മലക്കുകളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതേപോലെ തന്നെ ആ രൂപത്തിൽ ഒരു വിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസ് ഏകദേശം 2007 അൽ-ഇസ്ലാഹി എന്ന് പറയുന്ന മാസികയിൽ നമ്മുടെ ഒരു പണ്ഡിതൻ എഴുതുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രബോധന മേഖലയിൽ ചുണ്ടികളായ ആളുകളും മഴമൂലികളായ ആളുകളും പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന വിധം കുറ്റങ്ങളും പ്രചരണങ്ങളും നുണകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു KNM ഈ വിഷയം 2007 മുതൽ തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. 2007 മുതൽ തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൽ ചോദ്യത്തിന് ഉത്തരമായി വന്നപ്പോൾ കൃത്യമായി പറഞ്ഞു, ജനങ്ങൾക്ക് കൊടുക്കേണ്ട സന്ദേശം ആ ബഹുമാന്യനായ പണ്ഡിതൻ ആദ്യം കൊടുത്തു. ആ ഹദീസ് ദഈഫാണ്, അതുകൊണ്ട് അമൽ ചെയ്യുമ്പോൾ പ്രശ്നമേയില്ല. ഇതാണ് ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടും മുജാഹിദ് പണ്ഡിതന്മാർ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു ഹദീസ് അത് വിശ്വാസ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചും സഹീഹായ റിപ്പോർട്ടിലൂടെ വന്ന ഹദീസ് മാത്രമായിരിക്കണം എങ്കിലും നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. കർമ്മപരമായ കാര്യങ്ങൾക്ക് പോലും ദഈഫായ ഹദീസുകൾ ഉദ്ധരിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കാറില്ല. തന്നെയുമല്ല നാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലേഖനങ്ങൾ നാം വായിച്ചതാണ്. ദഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ അമൽ ചെയ്യാൻ പാടുണ്ട് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അവർ അങ്ങനെ അമൽ ചെയ്യാൻ 5 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്, 5 ഷർത്തുകൾ വെച്ചിട്ടുണ്ട്. ആ 5 ഷർത്തുകളും ഒരാളെ പാലിക്കുകയാണെങ്കിൽ ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്ന പ്രശ്നമേ കുടിക്കില്ല. തത്വത്തിൽ ഹദീസ് ദഈഫാണെങ്കിൽ
ലൈവായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. ഇതിനൊപ്പം ബലപ്പെടുത്തുകയും ആ ശരിയായ ഹദീസിലൂടെ വന്ന ഒരു കർമ്മത്തിന്റെ സ്വകാര്യം നൽകുകയും ചെയ്യുന്നുവെങ്കിൽ ആ സ്വകാര്യത്തെ അതിന്റെ പരിഗണന നൽകുക എന്നല്ലാതെ അമലുകൾ ചെയ്യുവാൻ ലൈവായ ഹദീസ് കൊണ്ട് പാടില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ അനുയായികളെ അഭിപ്രായങ്ങളായി പഠിപ്പിക്കുന്നതാണ്. ഈ സന്ദേശം നൽകുന്നു ഈ ഹദീസ് ലൈവാണ്. ഈ ഹദീസ് അതുകൊണ്ട് അമൽ ചെയ്യുന്ന പ്രശ്നമേയില്ല എന്ന് വളരെ കൃത്യമായി സമ്മതിക്കുന്നു. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹദീസുമായി ഈ കള്ള ഹദീസുമായി ലൈവായ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യോത്തരങ്ങൾ വന്നപ്പോൾ ന്യായീകരിക്കുന്ന സമീപനമാണ് കണ്ടത്. ആ ഹദീസ് ലൈവാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല, ആ ഹദീസ് ഉണ്ടായിരിക്കുന്നത് സ്വീകാര്യമല്ല എന്ന് പറയുന്നതിന് പകരം ആ ഹദീസ് ലൈഫാണ് എന്ന് നേരത്തെ പറഞ്ഞ് ആ വാക്ക് മറന്നുകൊണ്ട് ആ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മുൻഗാമികളായ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ച് സമൂഹത്തെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിന്റെ മഹാന്മാരൊക്കെ അമലുകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പിന്നീട് വിശദീകരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനമായി വന്നതേതാണ് അഹ്മദ് ബിൻ ഹംബലിന്റെ ഒരു അനുഭവം എടുത്തു പറഞ്ഞതാണ്. അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം തന്റെ ജീവിതത്തിൽ 5 പ്രാവശ്യം ഹജ്ജിന് പോയിട്ടുണ്ട്. ആ ഹജ്ജിൽ ചിലരുടെ വാഹനപ്പുറത്തും ചിലർക്ക് നടന്നുമാണ് ഹജ്ജിന് പോയത്. അങ്ങനെ ഒരു പ്രാവശ്യം ഹജ്ജിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വഴി നഷ്ടപ്പെട്ടു. വഴി അറിയാതെയായി പോയി. ആ സമയത്ത് അദ്ദേഹം ഉറക്കെങ്ങനെ വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് അദ്ദേഹം ഇങ്ങനെ ഉറച്ച പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം യഥാർത്ഥ വഴിയിലെത്തുകയും യാത്ര തുടരുകയും ചെയ്തു. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പറയാറുള്ളത്. പക്ഷേ ഈ റിപ്പോർട്ട് പറഞ്ഞ് ഇതിനെ അവസാനിപ്പിക്കുന്നില്ല. ഈ റിപ്പോർട്ട് പറഞ്ഞ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നോ ഇതിനോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമീപനം എന്താണ് എന്നോ എന്ന് പറയുന്നതിന് പകരം നേരത്തെ വിവാദമായ ആ ലൈവായ ഹദീസ് ലൈവാണ് എന്ന് സമ്മതിച്ച ആ ഹദീസ് എടുത്തു വരികയും ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അഹമ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള ആളുകളൊക്കെ അമൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അഹമ്മദ് നമ്പരൊക്കെ ഷിഫ്റ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ള സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. ഇത് കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യന്റെ മഹാന്മാരൊക്കെ അമൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഷിഫ്റ്റായി മാറുന്നില്ല എന്നതാണ് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം. എന്താണ് യഥാർത്ഥത്തിൽ വസ്തുത? സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉൾക്കൊള്ളുന്നത് അഹ്മദ് ബിൻ ഹംബലിൽ നിന്നും ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മകനായ അബ്ദുള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനാണ്. അബ്ദുള്ളയാണ് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്നത്. അക്കാര്യം റിപ്പോർട്ടിൽ വിശദമായി ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായി ചർച്ച നടത്തിയിട്ട് അഹ്മദ് നമ്പറിൽ നിന്നും അദ്ദേഹത്തിന്റെ മകൻ റിപ്പോർട്ട് ചെയ്യുന്ന ഈ റിപ്പോർട്ട് കൃത്യമായി കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആശയത്തിൽ വാചകങ്ങളാക്കി കൊടുത്തതിന് ശേഷം അത് അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് ഔ സമാ ഖാല അബീ, അതല്ലെങ്കിൽ എന്റെ വാപ്പ പറഞ്ഞതുപോലെ. ആ റിപ്പോർട്ട് അവസാനിക്കുന്നത് അങ്ങനെയാണ്. എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, ഞാൻ 5 അച്ഛൻ പോയി, അതിൽ 3 പ്രാവശ്യം വാഹനപ്പുറത്ത് 2 പ്രാവശ്യം നടന്ന്, അതിൽ 1 പ്രാവശ്യം എനിക്ക് വഴി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പറഞ്ഞു എനിക്ക് വഴി കിട്ടി, അങ്ങനെ ഞാൻ വഴിയിലൂടെ പോയി. അപ്പോ അഹമ്മദിന്റെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മകന് പോലും തന്റെ പിതാവ് എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. അങ്ങനത്തെ റിപ്പോർട്ടാണ്. ശരി, ഈ അഹമ്മദിന്റെ നിന്ന് അങ്ങനത്തെ സംഭവം ഉണ്ടായി എന്ന് തന്നെ ഓർക്കുക. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്? ഹദീസിന്റെ പിൻബലമില്ലാത്ത, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശമില്ലാത്ത ഒരു വിഷയം വിശ്വാസ കാര്യത്തിൽ സ്വീകരിക്കുക എന്നത് മുജാഹിദുകളുടെ സ്വഭാവമല്ല. ഹദീസ് ലൈവാണ് എന്ന് സംബന്ധിക്കുന്നതോടുകൂടി അഫ്രീക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതേത് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടോ ആ റിപ്പോർട്ടുകൾ മുഴുവനും തലച്ചുവട്ടങ്ങളിലേക്ക് എറിയുക മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുക. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. പരതിയിലായിരിക്കും, കുമാരയിലായിരിക്കും അത്തരം ഹദീസുകളുടെ സ്ഥാനം. അതല്ലാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന മഹാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ചെയ്യാം, അത് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ മുജാഹിദ് മണ്ഡലന്മാർ ഒരിക്കലും തന്നെ അങ്കലാപ്പുണ്ടാവുകയില്ല. തന്നെയുമല്ല, ഇത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതി എന്താണല്ലോ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഈ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിക്കാത്ത പുതിയ മന്ദിരത്താണ്. എന്താണത്? ലൈവായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ
പൂർവികനായ ഒരു പണ്ഡിതൻ ഒരു പ്രവൃത്തി ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെ മഹാന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളും ആ വാക്കിൽ അങ്ങനെ തീർക്കാണി എന്ന് പറയാൻ പാടില്ല, നമുക്ക് അത് സ്വീകരിക്കാം എന്നുള്ള സന്ദേശം നൽകൽ ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ മനുഷ്യരല്ല. ഇസ്രായേൽ പ്രസ്ഥാനം നൽകുന്ന സന്ദേശമല്ല, ഇസ്രായേൽ പ്രസ്ഥാനം സ്വീകരിക്കുന്ന പ്രമാണികളോട് സമീപനവുമല്ല. അതാണ് ഒരു പുതിയ മനുഷ്യരിൽ ജനങ്ങളിലേക്ക് ഇതിലൂടെ വെച്ചു കൊടുക്കുകയാണ്. റൈഫായ ഹദീസുകൾ കൊണ്ട് മുൻഗാമികളൊക്കെ അമൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത്തരം അമലുകൾ ചെയ്യുന്നത് വിവാദത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ശുദ്ധി എന്ന് പറയാൻ പാടില്ലായിരുന്നു. പിന്നെയോ ആ പ്രസംഗത്തിന്റെ പല സന്ദർഭങ്ങളിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഒട്ടേറെ പദക്കസത്തുകളാണ്, ഒട്ടേറെ പദക്കസത്തുകളാണ്. വിവിധ വേദികളിൽ ആ പദക്കസത്ത് ആവർത്തിക്കാറുണ്ട്, വിവിധ വേദികളിൽ ആവർത്തിക്കാറുണ്ട്. എന്താണ് സഹോദരങ്ങളെ ഇവിടെ വിഷയം? അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാസ നടത്താൻ പാടില്ല, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചെയ്യാൻ പാടില്ല, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാനത്ത് നടത്താൻ പാടില്ല, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാനത്ത് നടത്താൻ പാടില്ല. ഇത് മുജാഹിദ് പ്രവർത്തകരായ താഴെ ആളുകൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ രക്ഷ തേടാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ആവശ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ചൊല്ലിപ്പഠിക്കുന്ന മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, വൈദാ സഅലക ഫസ്അലില്ല, നീ ചോദിക്കുന്ന പക്ഷം നീ അല്ലാഹുവിനോട് ചോദിക്കണം, വൈദാ സഅൽത നീ രക്ഷ തേടുന്ന പക്ഷം അല്ലാഹുവിനോട് ഫസ്അലില്ല, അല്ലാഹുവിനോട് നീ രക്ഷ തേടണം എന്ന് ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയുണ്ടായി. ഇതാണ് ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്ന സമീപനം. പക്ഷേ ഈ സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ ജിന്നുകളോട് സഹായം തേടാം എന്ന് പറയുന്നു എന്ന് പല വേദികളിൽ നിന്നും കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു മന്ത്രിനും ജിന്നുകളോട് സഹായം തേടാം എന്ന് പറഞ്ഞിട്ടില്ല, ജിന്നുകളോട് ഇസ്തിഹാസ് നടത്താം എന്ന് പറഞ്ഞിട്ടില്ല, ജിന്നുകളോട് സഹായം തേടാം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത് എന്തിനാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത്, എന്തിനാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊരു പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നിയേക്കാം. ഇങ്ങനെ വ്യക്തമാണല്ലോ അൽ-ഇസ്രാഈൽ ചോദ്യത്തിന്റെ മറുപടിയായി ജിന്നുകളോട് സഹായം തേടാമെന്നുള്ള വാദം താങ്കളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കൃത്യമായ മറുപടി എടുക്കുന്നു. അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ല, എനിക്ക് എന്നല്ല ഒരാൾക്കും തന്നെ അങ്ങനെ ഒരു വാദമില്ല, അങ്ങനെ വാദമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുമോ എന്ന് കൃത്യമായി സമൂഹത്തിനുള്ളിൽ നമുക്ക് മറുപടി പറയാൻ കഴിയുന്നു. പക്ഷേ ഇത് എവിടെയാണ് സഹോദരങ്ങളെ വിടുന്നത്, എവിടെയാണ് അബദ്ധം സംഭവിച്ചത്, എവിടെയാണ് വ്യതിയാനം സംഭവിക്കുന്നത്? അതാണ് ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല. എന്നാൽ ജിന്നുകൾക്ക് അല്ലാഹു നൽകിയ സഹായം കൊണ്ട് അവർ നമ്മെ സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് സഹായം ചോദിക്കാം. ഇതാണ് വാദം. ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല, എന്നാൽ ജിന്നിനോട് സഹായം ചോദിക്കാം. ഈ ഒരു വാദമാണ്. ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കും, ആരാണ് പറഞ്ഞത്, എവിടെയാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്? ഈ 3 ചോദ്യങ്ങളും പ്രസക്തമാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയെങ്കിൽ അത് മുജാഹിദ് പ്രവർത്തകന്റെ സ്വഭാവമാണ്. ആര് എന്ത് എവിടെ എങ്ങനെയൊക്കെ ചോദിക്കാതെ മുജാഹിദ് പ്രവർത്തകൻ ഒരു സംഗതി സ്വീകരിക്കുകയില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഈ തൗഹീദ് പ്രബോധനവുമായി മുന്നോട്ട് പോകണമെന്നാണ്. ഐക്യത്തോടുകൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകോദര സഹോദരങ്ങളായി ഈ തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന്റെ ആ ഒരു സുരക്ഷിതത്വം മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് തിരുത്തേണ്ടവർ തിരുത്തുവാൻ വേണ്ടി, തിരുത്തേണ്ടവർ തിരുത്തിക്കുവാൻ